So hi guys, welcome to Film Companion South and welcome to the Malayalam Directors Roundtable 2022. So നിങ്ങളൊക്കെ ഈ കൊല്ലത്തെ ഏറ്റവും ബെസ്റ്റ് ഫിലിംസ് ഉണ്ടാക്കിയ കാരണം മാത്രം ഇവിടെ ഇരിക്കുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾ എല്ലായിടത്തും ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ജനറിക് ക്വസ്റ്റ്യൻ. ഈ സമയം കഴിഞ്ഞ കൊല്ലം ലൈക് ഡിസംബർ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ കൊല്ലം നോക്കുമ്പോൾ നമുക്കൊരു പിടിയില്ല അടുത്ത കൊല്ലം എന്തായിരിക്കും, എന്ത് സംഭവിക്കും, സിനിമ ഒരു ഹിറ്റ് ഉണ്ടാവോ, ഏതെങ്കിലും സിനിമ റിലീസ് ആവോ, അല്ലെങ്കിൽ OTT മാത്രമായിരിക്കോ, അത്രയും ഒരു ഡൂം സ്റ്റേ സിറ്റുവേഷൻ ആയിരുന്നില്ലേ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഈ സമയം നോക്കുമ്പോൾ. കുറിപ്പ് വന്നിട്ടായിരുന്നു, കുറിപ്പ് കൈൻഡ് ഓഫ് ചേഞ്ച് ദ തിങ് എ ലിറ്റിൽ ബിറ്റ്, പക്ഷെ ജനറലി ഒരു ഡൂം സ്റ്റേ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇപ്പൊ നോക്കുമ്പോൾ ലൈക്ക് ഇസ് ഇറ്റ് എ മച്ച് ബെറ്റർ ഇയർ ദൻ വാട്ട് യു എക്സ്പെക്ടഡ് ഓർ ഇസ് ഇറ്റ് വിചാരിച്ച പോലെയൊക്കെ തന്നെ ഒരു റെഗുലർ ഇയർ? എങ്ങനെയാണ്, ഹൗ ഡു യു ലുക്ക് ബാക്ക് അറ്റ് 2022? സർ തുടങ്ങാം. എല്ലാം അതുപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല നമുക്ക്. എന്താ പറയുന്നത്, ആ ഒരു അസന്നിഗ്ധാവസ്ഥ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഭയങ്കര ബ്ലൂം ചെയ്തിട്ടൊന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല പടങ്ങളാണെങ്കിൽ ഇങ്ങനെ വർക്കാവുന്നുണ്ട്, ഇല്ലെങ്കിൽ എങ്ങനെ ബിസിനസ് ചെയ്യും എന്നൊക്കെ ഇപ്പോഴും പ്രൊഡ്യൂസേഴ്സൊക്കെ എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്റ്റൈലിൽ തന്നെ ഇൻഡസ്ട്രിയും ബാക്കിയുള്ളൊക്കെ നിൽക്കുന്നത്. പക്ഷെ കഴിഞ്ഞ കൊല്ലം വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലം കൊറോണ കൊണ്ട് മൊത്തം അടച്ചു നിൽക്കുമായിരുന്നു. അതിപ്പോ എല്ലാ ഇൻഡസ്ട്രിക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, സിനിമക്ക് മാത്രമല്ല. അതിനുശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ബൂമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ അതിഭീകരമായ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. അതെ അതെ അതെ, ജസ്റ്റ് ഇങ്ങനെ OTTയുടെ എന്താണ് മാർക്കറ്റ് ഉണ്ട്, സാറ്റലൈറ്റ് മാർക്കറ്റ്, അങ്ങനെ തിയേറ്റർ മാർക്കറ്റ്, മൂന്നിന്റെ ഒരു സപ്പോർട്ടിലൊക്കെ ഇങ്ങനെ നിലനിന്ന് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നിയത് ഈ വർഷം കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുണ്ട്. ഓഡിയൻസിന്റെ റിയാക്ഷൻസ് ഇത്തിരി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പം ഇനിയിപ്പോൾ അത് എനിക്ക് മാത്രം പറ്റിയ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ലാസ്റ്റ് ഇയർ വരെയൊക്കെ ഒരു സിനിമ കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ഓടും, ഇത് ഓടില്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും ഇതിന്റെ വേർഡിക് എന്നുള്ളതൊക്കെ അറ്റ്ലീസ്റ്റ് എന്റെ മനസ്സിൽ ഒരു റഫ് ആയിട്ടുള്ള സാധനം അത് ഓട്ടോമാറ്റിക്കലി മാച്ച് ആവലുണ്ട്. പക്ഷെ ഇത് ഈ വർഷത്തെ ഒന്നും എനിക്കങ്ങനെ ഒരു 50% രീതിയിൽ എന്റെ കംപ്ലീറ്റ് ജഡ്ജ്മെന്റ് റോങ് ആയിരുന്നു. 50% സമയത്ത് 50% സമയത്ത് റൈറ്റ് ആയിരുന്നു. ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ട് എന്ത് ഇഷ്ടപ്പെടും എന്ത് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് ഇപ്പം. അത് വെച്ചിട്ട് എനിക്ക് കൺസേണും അല്ല, കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കുന്ന സിനിമകളല്ല ഞാൻ ചെയ്യാനും ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ നമ്മുടെ ഓഡിയൻസിന്റെ രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ പലപ്പോഴും അങ്ങനെ തോന്നി, എനിക്ക് അൺപ്രഡിക്റ്റബിൾ ആയി തോന്നി ഓഡിയൻസിന്റെ റിയാക്ഷൻ. നമ്മുടെ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്ട് വർക്ക് ചെയ്യുന്നത്. അതെ 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 അതെ. ഒരു സിനിമ കാണുമ്പോൾ ഇത് ഹിറ്റ് ആവുന്നു അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവുന്നു പറയാൻ നമുക്കൊരു എനിക്ക് പേഴ്സണലി പറ്റുന്നില്ല. I need to ask you this question. ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഡിസ്കസ് ചെയ്തിരുന്നപ്പോൾ ഒരു സെപ്പറേഷനെ പറ്റി എല്ലാവരും സംസാരിച്ചല്ലോ. ഇനി തൊട്ട് OTTക്ക് വേണ്ടിയിട്ട് ഒരു ടൈപ്പ് ഫിലിംസ്, അല്ലെങ്കിൽ തിയേറ്ററിന് വേണ്ടിയിട്ട് ഒരു ടൈപ്പ് ഫിലിംസ്. തിയേറ്റർ എന്ന് പറയുമ്പോൾ മാവൽ ഫിലിംസ്, അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ കോണ്ടന്റ്, മാസ് ഫിലിംസ്, മസാല ഫിലിംസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അതൊരു ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് പറഞ്ഞത് റൊമാൻസസ്, റോംകോംസ് അല്ലെ, കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറീസ്, കംപ്ലീറ്റ് OTT. ഹൃദയം റിലീസ്ഡ് ഇൻ ജാനുവരി. ആ സമയത്ത് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന ഈ സിനിമയൊക്കെ 100% OTT ഫിലിം അല്ലേ, എന്താ ഒരു ഡയറക്ടർ തിയേറ്ററിലോട്ട് റിലീസ് ചെയ്തത്. അങ്ങനത്തെ ഒരു ഫിലിം ജാനുവരിയിൽ വന്നു. ഇറ്റ് ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് ഓഫ് ദിസ് ഇയർ. ഇപ്പോൾ ആ ഒരു ധൈര്യമുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഫിലിം ആലോചിക്കുമ്പോൾ ആഫ്റ്റർ കോവിഡ്, ഡു യു തിങ്ക് ആ സമയത്ത് ലൈക്ക് ഓക്കെ താങ്ക് ഗോഡ് ഇറ്റ് വർക്ക്ഡ്, പക്ഷെ എനിക്ക് ഇപ്പോൾ അതെടുക്കാൻ ധൈര്യമില്ല, അങ്ങനത്തെ ഒരു തോന്നലുണ്ടോ? ഇല്ലില്ല, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ തിയേറ്ററിൽ ആളുകൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾക്കൊക്കെ ആളുണ്ട്. അതായത് അത് ഭയങ്കര വിഷ്വൽ സ്പെക്ടക്കിൾ ആയിരിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അതിന്റെ രണ്ടാൾക്കാർ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ശരിക്കും വിപിന്റെ പടമാണെങ്കിലും രതീഷിന്റെ പടമാണെങ്കിലും ഇത് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്ത സിനിമകളാണ് രണ്ടും തിയേറ്ററിൽ. എന്നാൽ റിലേറ്റീവ്ലി സ്റ്റാർ കാസ്റ്റ് വൈസോ വലിയ താരങ്ങൾ അങ്ങനെയല്ലേ, ചാക്കോച്ചേട്ടൻ ഓഫ് കോഴ്സ്, പക്ഷെ അതിൽ ബാക്കി എല്ലാവരും സപ്പോർട്ടിങ് കാസ്റ്റും അതിന്റെ എന്താ പറയുക അറ്റ്മോസ്ഫിയർ ഒക്കെ ഭയങ്കര റൂട്ടഡ് ആയിട്ട് കിടക്കല്ലേ. പുറത്തെ ഇൻഡസ്ട്രിയിലൊക്കെ ആൾക്കാർ ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഇനി ബാഹുബലി പോലെയുള്ള സിനിമ വരണം, അത് മാത്രമേ ഹിറ്റുള്ളൂ. അത് ഐ തിങ്ക് ദാറ്റ് നോഷൻ ഇസ് റോങ്. തിയേറ്ററിൽ ഏതെങ്കിലും രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകൾക്ക് ഡെഫിനറ്റ്ലി ഒരു ഭയങ്കര ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ബഡ്ജറ്റ് വൈസ് നമ്മൾ വലിയ സിനിമ ചെയ്യണമെന്നില്ല. തിങ്കിങ്ങിൽ ഒരു സെലിബ്രേഷൻ ആസ്പെക്ട് ഉണ്ട്. ഇപ്പോൾ വിപിൻ്റെ പടത്തിലാണെങ്കിൽ മറ്റേ സെക്കൻഡ് ഹാഫിലുള്ള അടി, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പീക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ രതീഷിന്റെ പടത്തില് അവസാനത്തെ സീൻ വരെ നമ്മൾ ചിരിച്ചതാണ്. ഇപ്പോൾ ഡിജോന്റെ ഒക്കെ ഇച്ചിരിയും കൂടെ വലിയ ആൾക്കാരുടെ പടമാണ്. അപ്പോൾ അതാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമയ്ക്ക് അത് സ്മോൾ ഓർ ബിഗ് ഒരു വലിയ ചാൻസ് ഉണ്ട്. പക്ഷേ
വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് കുറേ ആൾക്കാർ OTT പ്രിഫർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഞാൻ പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന സിനിമ ചെന്നൈയിൽ പോയി കണ്ടപ്പോൾ, ഞാൻ ചെന്നൈയിൽ സ്ഥിരമായിട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആളാണ്. അവിടെ വരുന്നൊരു ഓഡിയൻസിനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 15-16 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള മാക്സിമം ആൾക്കാരാണ് അവിടെ തിയേറ്റർ മൂവി ഗോവേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അതിൻ്റെ മുകളിലേക്കുള്ളത് എന്തെങ്കിലും കിട്ടിയ അൽഹംദുലില്ലാ എന്ന് പറയുന്ന പോലെയാണ്. പക്ഷെ പൊന്നിയിൻ സെൽവൻ കാണാൻ പോയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 വയസ്സും 70 വയസ്സും ഒക്കെ ഉള്ള ആൾക്കാർ തിയേറ്ററിൽ വരികയാണ് ആ സിനിമ കാണാൻ. അത് കൽക്കിയുടെ നോവൽ വായിച്ചിട്ടുള്ള ഒരു ജനറേഷൻ അത് വരുന്നത്. അപ്പം ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഞാൻ ആക്ച്വലി പുറത്ത് നിന്നിട്ട് ഇവരൊക്കെ എപ്പോഴാണ് നമ്മുടെ സിനിമ കാണാൻ ഇനി തിയേറ്ററിലേക്ക് വരിക എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ ക്രൗഡ് എപ്പോൾ വരും? അതെങ്ങനെ ആ ഓഡിയൻസിനെ തിയേറ്റർ എക്സ്പീരിയൻസിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് അത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ബാക്കിയുള്ളവർ വരുന്നുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും, കാരണം ഹൃദയം ഒരു യുണീക്ക് സിറ്റുവേഷൻ അല്ലേ അത്. ഇറ്റ് വാസ് തോട്ട് അബൌട്ട് വേ ബിഫോർ കോവിഡ്. അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ടു സം എക്സ്റ്റെന്റ്. അതിങ്ങനെ ലൈക്ക് ഹാഫ് ദ ഫിലിം ഇസ് വിത്ത് യു. അതിന്റെ സമയത്താണ് കോവിഡ് വരുന്നത്. അപ്പൊ ഈ ആൾക്കാരുടെ ഈ തോട്ട്സും ലോജിക്കൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇത് നമ്മൾ സിനിമ മാറ്റേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി തൊട്ട് ഇങ്ങനത്തെ ഫിലിംസ് നമുക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡൗട്ട്, ഒരു ഫിയർ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, എനിക്ക് നേരെ തിരിച്ചാണ് തോന്നിയത്. കോൺഫിഡൻസ് വന്നു. എനിക്ക് ആൾക്കാർ പാട്ടുകൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയിൽ. ആൾക്കാർ കൂടുതൽ ത്രില്ലറിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ സിനിമയ്ക്ക് കൂടുതൽ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയത്. ആൾക്കാർ മൊത്തം ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു റിയൽ ലൈഫിൽ ആൾക്കാർക്ക് ഒരു സന്തോഷമില്ല. തിയേറ്ററിൽ പോകുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാക്കുന്ന പടം വന്നു കഴിഞ്ഞാൽ വർക്കാവുന്ന എനിക്ക് തോന്നിയത്. ഇതിന്റെ അതർ സൈഡ്, OTT സൈഡ്, അതാണ് എനിക്ക് എടുത്ത് ചോദിക്കാനുള്ളത്. ഇപ്പൊ നമ്മള് അല്ലെ ഓൾമോസ്റ്റ് 6 or 7 months ആയി റിലീസ് വന്നിട്ട് അല്ലെ OTT വന്നിട്ട്. ഈ ഒരു 7-8 months കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ എസ്പെഷ്യലി ഇൻഡസ്ട്രി താക്കാര് രത്തിനെ നോക്കുമ്പോൾ ഡു ദേ ലുക്ക് അറ്റ് യു ആസ് എ സക്സസ്ഫുൾ ഡയറക്ടർ ഓർ ഡു ദേ ലുക്ക് അറ്റ് യു ആസ് എ സക്സസ്ഫുൾ ഫീമെയിൽ ഡയറക്ടർ? എന്നുവെച്ചാൽ ഇപ്പോ ലൈക്ക് യു ആർ എ ഡയറക്ടർ റൈറ്റ്. അപ്പോൾ സ്ക്രിപ്റ്റ്സ് ഒക്കെ വരുമ്പോൾ ഒരു ഡിഫറൻസ് തോന്നുന്നുണ്ടോ? എനിക്ക് കിട്ടുന്ന സ്ക്രിപ്റ്റ്സ് വേറെ മെയിൽ ഡയറക്ടേഴ്സ് വേറെ സ്ക്രിപ്റ്റും തമ്മിൽ ഒരു ഡിഫറൻസ് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? 2 ക്വസ്റ്റ്യൻ ഉണ്ട് ആക്ച്വലി. അപ്പം ആദ്യത്തെ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആളുകൾ സക്സസ്ഫുൾ ഡയറക്ടർ എന്നുള്ളതിൽ എനിക്ക് അത് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. ഫീമെയിൽ ഡയറക്ടർ ആയതുകൊണ്ടാണോ, ഞാൻ അത് ആ ടേം പോലും ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. ബിക്കോസ് ഒബ്വിയസ്ലി ജോബ് ഇസ് ദ സെയിം. അപ്പോൾ പക്ഷെ എവിടെ ചെല്ലുമ്പോഴും ആളുകൾ പുഴുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇത് ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ സിനിമയാണ്. അത് ഇപ്പം പറഞ്ഞ പല പ്രായത്തിലുള്ളവരും പല ആളുകളും പല ഗ്രൂപ്പ് ഓഫ് ആളുകളും അതിനെക്കുറിച്ച് സംസാരിക്കുകയും അവരതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അത്രയും അവർക്കിടയിലോട്ട് പോയി എന്നുള്ളതിൻ്റെ നമുക്കൊരു സന്തോഷമുണ്ട്. പിന്നെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ സോണിക്ക് വന്ന ഒരു സിനിമയായിരുന്നു പുഴു. അപ്പം അത് അവർ നമ്മളോട് പറയും, അങ്ങനെ ഒരു സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പം അങ്ങനെ നോക്കുമ്പം എനിക്ക് എന്താ പറയാ, ആസ് എ ഡയറക്ടർ ഞാൻ എല്ലായിടത്തിലും ഇപ്പോഴും എല്ലാവരും എന്നെ പുഴു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അത് എനിക്ക് തന്നിരിക്കുന്നത് ഒരു അഡ്രസ്സാണ്. അപ്പം ആ അഡ്രസ്സ് ഉണ്ടായത് അത് സക്സസ്ഫുൾ ആയതുകൊണ്ടായിരിക്കാം അങ്ങനൊരു ഇത് കിട്ടിയത്. അപ്പം സക്സസ്ഫുൾ ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതും. അത് എല്ലാവർക്കും അറിയാം, എല്ലാവരും സംസാരിക്കുന്നുണ്ട് പുഴുവിന്. അത് ഒബ്വിയസ്ലി അത് സക്സസ്ഫുൾ ആണ് എന്ന് തന്നെയാണ്. പിന്നെ സ്ക്രിപ്റ്റ് വരുന്നതിൽ ഓഫ് കോഴ്സ് ഉണ്ട്. ബിക്കോസ് വേറെ തരത്തിലുള്ള സ്ക്രിപ്റ്റുകളാണ് ഇപ്പം വരുന്നത് മുഴുവനും. വിളിക്കുന്ന ആളുകൾ എനിക്കൊരു ഫീമെയിൽ ഒരു പരിപാടി ഉണ്ട് കേട്ടോ, അതും ഏറ്റവും വലിയ അടിപൊളി പടങ്ങളൊക്കെ കൊടുത്ത റൈറ്റേഴ്സ് ആണെങ്കിലും അവർ പറയുന്നത് തനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ കഥ ഒന്നുകിൽ ഡാർക്ക് ആയിരിക്കും, മുഴുവൻ കണ്ടിട്ടാണോ എന്നറിയില്ല, അതല്ലെങ്കിൽ ഫീമെയിൽ ഓറിയന്റഡ് അതിലും ഡാർക്ക് ആയിരിക്കും. അത് ഫീമെയിൽ സെൻട്രിക് ക്യാരക്ടർ ഡാർക്ക് ഒക്കെ ആയിട്ടുള്ള. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും ഇനി എന്താണ് ഇങ്ങനത്തെ ഒരു പരിപാടി. എനിക്ക് തമാശ പടം ചെയ്യാനും ആക്ഷൻ മൂവീസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, മാസ് പടം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇത് പുള്ളിൽ ഞാൻ 2-3 പേരൊക്കെ കൊന്നല്ലോ, എന്നിട്ടും എന്നെ മാസമായിട്ട് ആക്ഷൻ ഉണ്ട്, ഒറ്റയടിക്ക് കൊല്ലുന്നുണ്ട്. അപ്പൊ എന്നിട്ടും എന്താണ് അപ്പം അങ്ങനെയാണ് അതിന്റെ ഒരു ഇത് കിടക്കുന്നത്. അതിലൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അതെനിക്ക് ഫീൽ ചെയ്യാറൊന്നുമില്ല, ബട്ട് ഞാൻ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായ ഒരു കഴിഞ്ഞൊരു 1 month ഒക്കെ ആയിട്ട്
കുറച്ച് പിള്ളേർ കഥ പറയാൻ വരുന്നത്. ഞാൻ ആദ്യമൊക്കെ കുറച്ചും കൂടെ ഒരു മെച്ചൂർ എന്തായാലും നല്ല എഴുത്തായിരിക്കും എന്നൊക്കെ വിചാരിച്ച് പല കഥകളും കേൾക്കുന്നുണ്ടായിരുന്നു. 2-3 പിള്ളേർ വന്ന് ഒരു 23-20 ആ ഏജിലുള്ള ഏർലി 20s. അപ്പം അതിമനോഹരമായ പ്രണയകഥ, മിഡിൽ ഏജ് പ്രണയകഥകൾ അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ എന്താ പറയാ കോളേജ് പ്രണയങ്ങളും നിങ്ങളുടെ പ്രായത്തിലുള്ള പ്രണയങ്ങളും എനിക്ക് മനസ്സിലാവും എന്നുള്ള. പക്ഷെ എന്നാലും എന്നെ അവര് അത്ഭുതപ്പെടുത്തിയത് എന്താ വെച്ചാൽ പലപ്പോഴും അവരുടെ അടുത്തുനിന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും പരിപാടിയൊക്കെ തോന്നി. ഇപ്പൊ കുറച്ച് പ്രണയകഥകളൊക്കെ വരുന്നുണ്ട് എൻ്റെ അടുത്തേക്ക്, ചെറുതായിട്ട്. ഇനി പോലെ കോളേജ് പ്രണയങ്ങളും +2 പ്രണയങ്ങളും കൂടെ വരും എന്ന് വിചാരിക്കുന്നു. ഒന്നും ആക്ഷൻ ഒന്നും ഇതുവരെ ഇനി എത്തിയില്ല, വരുന്നുണ്ട്. ആക്ഷനും കോമഡി ഒന്നും ഇങ്ങ് എത്തിയിട്ടില്ല. ഈ കോമഡി പടമൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓ വിപിൻ, എനിക്ക് ഇറ്റ്സ് എ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ടു ദിസ്. ഇപ്പം മമ്മൂക്ക എനിക്ക് പറഞ്ഞ റോഷാക്കിന്റെ സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഒരു നല്ല ഫീമെയിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ പണ്ട് വിചാരിച്ചിരുന്ന പോലെ എല്ലാ സഫറിങ്ങും എല്ലാ സങ്കടവും സഹിച്ചിരിക്കുന്ന ഒരു സ്ത്രീ, അതാണ് നല്ല ഫീമെയിൽ ക്യാരക്ടർ എന്നൊരു സമയം ഉണ്ടായിരുന്നു. ആക്ച്വലി ഹി വെന്റ് ഓൺ ടു സേയിങ് വാത്സല്യം പോലത്തെ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ റെലവൻസ് ഇല്ലാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ടൈം എന്നല്ലേ പറഞ്ഞത്, നമ്മൾ എന്തൊക്കെ ഹസ്ബൻഡ് എന്തൊക്കെ ചെയ്താലും വൈഫ് ഇങ്ങനെ വീട്ടിൽ സഹിച്ചിരിക്കണം, അതാണ് നല്ല വൈഫ്. ഒരു വൈഫ് തിരിച്ച് തല്ലിയാലോ അല്ലെങ്കിൽ തിരിച്ച് ഹസ്ബൻഡിനെ ചീത്ത വിളിച്ചാലോ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നല്ലോ 10-20 കൊല്ലം മുമ്പ്. പക്ഷെ ഇപ്പോ ജയ പോലത്തെ ഒരു സിനിമ എടുക്കുമ്പോൾ അതും തിരിച്ച് അല്ല, എല്ലാവർക്കും അറിയാലേ, ഞാനിപ്പോ സ്പോയിലറിന്റെ ആലോചിക്കണ്ടല്ലോ, അടിക്ക് മാത്രമല്ല ഇടിച്ച് പപ്പടാക്കുന്ന ടൈപ്പ് ഒരു ഫിലിം എടുക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ടോ ഓഡിയൻസ് ഹസ് ചേഞ്ച്ഡ്, നമ്മൾ ഇപ്പൊ ഇതാണ് ലൈക്ക് ദിസ് ഇസ് ദ നോം, ഇതാണ് ഒരു ഫീമെയിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കണം അല്ലെങ്കിൽ തിരിച്ച് എല്ലാം പഠിച്ചുകൊണ്ട് തന്നെ ലൈക്ക് യു ഹാവ് ടു ബി ബോൾഡ് എന്നുള്ള രീതിയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു? അങ്ങനെ തോന്നിയില്ല. കാര്യം അത് നമ്മൾ ഓൾറെഡി കണ്ട സിനിമകളാണല്ലോ. അപ്പം അതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന പരിപാടികൾ ഞാൻ ആലോചിക്കാറുള്ളൂ. ഞാനിപ്പോൾ ഈ ചെയ്തതെല്ലാം ഇല്ല, ഇനി ചെയ്യുന്ന അടുത്ത 2-3 പടവും ഞാൻ ഈ 2016, 17, 18 എഴുതിയ സാധനങ്ങളാണ്. അപ്പോൾ കോവിഡിന് മുമ്പ് തന്നെയാണ് ഇതൊക്കെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തതും അല്ലെങ്കിൽ എഴുത്ത് ഓൾമോസ്റ്റ് ഒരു ഡ്രാഫ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം അതൊരിക്കലും ഈ ചേഞ്ച് ഓവർ എനിക്ക് ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നില്ല. കാര്യം അതിപ്പോഴും ഓവർകം ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ സിനിമ നമ്മളൊരു വർഷത്തേക്കോ 2 വർഷത്തേക്കോ അല്ല നമ്മൾ മനസ്സിൽ കാണുന്ന തന്നെ, നമുക്കിനെ അത് വീണ്ടും വീണ്ടും കാണണം. അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ പോയാലും അതിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ പുതിയ ആൾക്കാർ പുതുതലമുറ കാണണം എന്നുള്ളൊരു മൂഡുള്ളതുകൊണ്ട് ഒരു 5 വർഷം സ്പാൻ ഞാൻ വച്ചിരിക്കുന്ന കഥയ്ക്കില്ലെങ്കിൽ പിന്നെ അത് കാര്യമേ ഇല്ലല്ലോ. അപ്പൊ ഞാൻ എഴുതിയിട്ടും കുറച്ചു നേരം വച്ചു, ഇത് എനിക്ക് ബോറടിക്കുന്നുണ്ടോന്ന് റിപ്പീറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. അത് പല കാരണങ്ങളുണ്ട് ഇരിക്കാറുണ്ട്. ഞാൻ വായിക്കുന്നതല്ല, പല കാരണങ്ങളും അത് ഇരുന്ന് പോകാറുണ്ട്. അപ്പം എനിക്ക് റീവിസിറ്റ് ചെയ്യാനിപ്പം എല്ലാത്തിനും ഞാൻ 2 സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇപ്പം അന്താക്ഷരിക്ക് 2 സ്ക്രിപ്റ്റ് ഉണ്ട്. ആദ്യം എഴുതി ഭയങ്കര ഫാസ്റ്റ് പേസ്ഡായിട്ടൊരു സ്ക്രിപ്റ്റാണ്. അത് കാലങ്ങൾ പോയപ്പം അതിന് ഒരു ആക്ഷസം പോലത്തെ സിനിമ വന്നപ്പോൾ ഞാൻ പതുക്കെ മാറ്റി പുതിയൊരു രീതിയിലോട്ടാക്കി. ഇപ്പം ജയ ആദ്യം എഴുതിയ ഭയങ്കര സീരിയസ് സബ്ജക്റ്റാണ്. അപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വന്നു, അതുപോലെ സിനിമകൾ വന്നപ്പോൾ ഞാൻ മനസ്സിൽ പാളി. അപ്പം ഞാൻ അവിടെ തന്നെ അത് ഫ്ലിപ്പ് ചെയ്ത് അടുത്ത മോഡിലോട്ട് കൊണ്ട്. അപ്പം ഇത് ഇനിയിപ്പോൾ ചെയ്യുന്നതും 2ാമത്തെ സ്ക്രിപ്റ്റാണ്. ആദ്യം എഴുതുന്ന സാധനം മാറ്റി വെച്ചിട്ട് ഒന്നിന്ന് എഴുതണം ആ സെയിം കഥ. അപ്പം ഈ ഒരു പ്രോസസ്സ് എപ്പോഴും നടക്കുന്നുള്ളതുകൊണ്ട് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് സമയമുണ്ടായിരുന്നു. അപ്പം ഇനിയുള്ളത് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഇതുവരെയ്ക്കും നമുക്ക് ഈ ഒരു പ്രോസസ്സ് തന്നെ പോകുന്നതുകൊണ്ട് ഈ തിരിച്ചടിക്കുന്നതിനൊന്നും എനിക്ക് ഒരു പുതുമയെന്നേക്കാൾ കൂടുതൽ നമ്മൾ കണ്ടു ശീലിച്ച സിനിമയിൽ നിന്ന് എടുക്കുന്നില്ല. അത് അല്ല, നമ്മൾ ചുറ്റുപാടിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കണ്ട ചുറ്റുപാടിൽ നിന്ന് എങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പുതിയൊരു കഥയിലോട്ട് എത്തിക്കാം, ഇതാണ് ഒരു തോട്ട് പ്രോസസ്സായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം മുമ്പ് പോയ സിനിമ എനിക്കറിഞ്ഞ് ഞാൻ റെഫർ ചെയ്യാറില്ല. അപ്പം അത് പുതിയതാണോ പഴയതാണോ എന്ന് നമുക്ക് പിന്നെ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അതിനെ ഫോളോ ചെയ്യാത്തടത്തോളം കാലം ഈ ചേഞ്ച് നല്ലതായിരിക്കും തോന്നുന്നു. അപ്പൊ അതുപോലത്തെ സ്ക്രിപ്റ്റ്സ് ഉണ്ടോ നമ്മൾ എഴുതി വെച്ചു, അതൊരു 5-6 കൊല്ലം കഴിഞ്ഞിട്ട് വായിക്കുമ്പോ വേറെ സിനിമ വന്നോണ്ടോ അല്ലെ അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞ നമ്മള് ആ സമയത്ത് ഐഡിയാസ് ഡേറ്റഡ് ആയി അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ പൊളിറ്റിക്സ് വേറെ ആയിരുന്നു, ഇപ്പൊ വായിക്കുമ്പോൾ ഇത് ശരിയല്ല എന്ന് അങ്ങനെ തോന്നിയ ഐഡിയാസ് ഉണ്ടോ? ഇല്ല, അങ്ങനെ പൊളിറ്റിക്സിൽ അങ്ങനെ വന്നിട്ടില്ല. അത് ഞാനുണ്ടായ ആസ് എ പേഴ്സൺ എനിക്കുണ്ടാവുന്ന ചേഞ്ചുകൾ എന്തായാലും അതിനകത്ത് വരും. പക്ഷെ അത് ഭയങ്കര ചേഞ്ച് ഒന്നും വന്നിട്ടില്ല ഭാഗ്യത്തിന്. പക്ഷെ കണ്ടന്റ് വൈസ് ഒരുപാട് ഈ പറഞ്ഞ പോലെ സിനിമകൾ ഒരുപാട് വന്നു. നമ്മൾ ആലോചിക്കുന്ന രീതിയിൽ തന്നെ പല സിനിമകളും വരുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരേ മേക്കിംഗ് തന്നെ സ്റ്റിക്ക് വേണ്ടി. ഇപ്പോൾ അന്താക്ഷരിയുടെ ഏറ്റവും എനിക്ക് നല്ലതോ ചീത്തയോ എന്ന് പറയാൻ പറ്റുന്ന എൻ്റെ മേക്കിംഗ് സ്റ്റൈല് ചിലപ്പോൾ ചിലർക്ക് സ്ലോ ആയിട്ട് തോന്നുമെങ്കിൽ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് പ്രത്യേകിച്ച് പാട്ടുകൾ വെച്ചുള്ളൊരു ഏരിയയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റ് പേസ് ആയിട്ട് ഞാൻ ആദ്യം നല്ല രീതിയിൽ കൺവേ ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ അത് ഈ കുറേ സിനിമകൾ 5-ാം പാതിര അല്ലെങ്കിൽ രാക്ഷസിനൊക്കെ വരുമ്പോൾ
നമ്മുടെ കോൺഫിഡൻസ് എവിടേക്ക് കുറയും. അപ്പം ഞാൻ അപ്പോഴും വിചാരിക്കും നമ്മളൊരു മറ്റു സിനിമകളെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല, എന്നാലും ഒരു പുതിയ ട്രീറ്റ്മെന്റ് എടുക്കാം. അപ്പോൾ ആ ട്രീറ്റ്മെന്റിലാണ് കൂടുതൽ ഡ്രാഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ആലോചിക്കാറുണ്ട്. അപ്പം ഇത് ആളുകൾ തിയേറ്ററിൽ കാണുമോ അല്ലെങ്കിൽ OTT കാണുമോ അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് കണ്ടാൽ എങ്ങനെ ഇരിക്കും, അപ്പം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ടാവണം അല്ലെങ്കിൽ നല്ല വിഷ്വൽ ക്വാളിറ്റി വേണം, ഈ വക കാര്യങ്ങളൊരു കുറേ സമയം കളയും. അപ്പോൾ ആ സമയം എനിക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ അപ്പോഴേക്കും ചിലപ്പം സ്ക്രിപ്റ്റിൽ ഒരു ചേഞ്ച് വരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ആ ചേഞ്ച് വരുന്നത്. അല്ല നമ്മൾ പർപ്പസ്ലി ഒരു പൊളിറ്റിക്സ് പറയാൻ വേണ്ടി ചേഞ്ച് ഒന്നും ഇതുവരെ ഇങ്ങനെ നടത്തിയിട്ടില്ല. കാര്യം ജയ തുടങ്ങുമ്പോഴും ഈ സെയിം പൊളിറ്റിക്സ് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. പൊളിറ്റിക്സ് ഒന്നും പറയില്ല, അതിന്റെ ട്രീറ്റ്മെന്റിൽ അതിന്റെ കോമഡി ഏരിയാസ് കുറച്ചുകൂടി അല്ലെങ്കിൽ ഫൈറ്റ് കുറച്ചുകൂടി എനർജൈസ് ചെയ്തു, അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഐ ഹാവ് ടു ആസ്ക് യു ദിസ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ സിനിമയുടെ റിലീസിന് തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മുകുന്ദന്റെ റിലീസിന് തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ, ഇത് ഹൗ വിൽ ഓഡിയൻസ് ടേക്ക് ഇറ്റ് അല്ലേ. ഇത് വെൻ ഫിലിം ലൈക്ക് മുകുന്ദൻ ലൈക്ക് എ സൂപ്പർ ഡാർക്ക് അൾട്രാ ഡാർക്ക് കോമഡി റിലീസായിട്ട് വെൻ ഇറ്റ് ഡസ് സോ വെൽ നമുക്കൊരു കോൺഫിഡൻസ് വരുമോ? കാരണം ഓഡിയൻസിന്റെ ടേസ്റ്റ്സ് മാറി. ലൈക്ക് നമ്മളിനി അവർക്ക് വേണ്ടിയിട്ട് ഒന്നും സിമ്പിളായിട്ടോ അല്ലെങ്കിൽ അവർക്ക് അറിയാത്ത രീതിയിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് മനസ്സിലായിക്കോളും നമ്മൾ ഈ സിനിമയിൽ എന്താ നമ്മൾ ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ അത് അവർക്ക് മനസ്സിലായിക്കോളും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പൊ കിട്ടിയോ സിനിമ ഇത്രയും വർക്കായി കഴിഞ്ഞിട്ട്? എനിക്ക് ആക്ച്വലി പറയാനുള്ളത്, എനിക്ക് കോൺഫിഡൻസ് ഒന്നും കുറവുണ്ടായിരുന്നില്ല. എനിക്ക് എന്താ പറയുക, അതിന് ലോജിസ്റ്റിക്കൽ സൈഡായിരുന്നു എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇത് എങ്ങനെ ഓഡിയൻസിലേക്ക് എത്തിക്കും എന്നുള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ പ്രൊമോഷൻ, അതിൻ്റെ ഹോർഡിങ്സ്, ഇതൊക്കെയാണ് എൻ്റെ പേടി. പണ്ട് തൊട്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, അതുകൊണ്ട് അതിലെനിക്ക് കുറവൊന്നുമില്ല. പിന്നെ ഞാൻ എന്നെ തന്നെ ഭയങ്കര കമേഴ്ഷ്യൽ ഒരു എഡിറ്ററായിട്ട് തന്നെ കാണുന്നത്. അപ്പം എന്റെ ജഡ്ജ്മെന്റ് എനിക്ക് ഭയങ്കര എഡിറ്ററായിട്ടാണ് കാണുന്നത്. അല്ല, ഞാൻ പറയുന്നത് സെക്കൻഡ്, എന്റെ ജഡ്ജ്മെന്റിന്റെ കാര്യം പറഞ്ഞു. ഒരു സിനിമ കാണുന്ന സമയത്ത് ഇത് വർക്ക് ആവില്ലോ എന്ന് എന്റെ ജഡ്ജ്മെന്റ് എന്റെ ഞാൻ വളരെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു എഡിറ്ററായിട്ടാണ് എന്നെ തന്നെ കാണുന്നത്. അപ്പം അതിൽ എനിക്ക് ഞാൻ മൂന്നുണ്ടി കാണുന്ന സമയത്ത് എനിക്കത് വർക്കായിരുന്നു. അപ്പോൾ എനിക്ക് വർക്കായ ഒരു നോർമൽ ഓഡിയൻസിന് വർക്കാവും. പിന്നെ അതിന്റെ ഇഷ്ടമില്ലാത്ത ഭാഗങ്ങൾ ചിലതുണ്ടാവുമായിരിക്കും. അത് പേഴ്സണൽ ടേസ്റ്റിന്റെ അല്ലെങ്കിൽ പേഴ്സണൽ ബിലീഫ്സിന്റെ പ്രശ്നമായിരിക്കും. അതല്ലാതെ ആ ബിലീഫും ആ ടേസ്റ്റും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടേണ്ട ഒരു ഫിലിം തന്നെ ആയിരിക്കും എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ ഓഡിയൻസിലേക്ക് എത്തിക്കും, ഇപ്പോൾ ഒരു ഫസ്റ്റ് ഫിലിം ആവുന്ന സമയത്തും അതിന്റെ ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരുമോ, ഇങ്ങനത്തെ പേടികളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഭാഗ്യത്തിന് കുഴപ്പമില്ലാതെ കാര്യങ്ങളൊന്നും നടന്നു. സാറിന്റെ ഫിലിം വന്നു, it's again one of the biggest hits. When there is a ruling party that is there, when the film is to some extent criticizing or certain points against that political party when are making certain points in the film, അത് കേരളത്തിലാവുമ്പോൾ അതൊരു സേഫ് ആയിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് നമുക്കത് അങ്ങനത്തെ ഒരു പോയിന്റ് നമുക്ക് മുന്നിൽ വെക്കാം. അത് ഹിറ്റാവും, ആൾക്കാർക്ക് മനസ്സിലാവും, ഒരു ഹെൽത്തി ഡിസ്കഷൻ അത് കഴിഞ്ഞാൽ വരും. അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ കമ്പയർ ടു മേ ബി അൻ അതർ സ്റ്റേറ്റ് വേർ സിനിമ മാറ്റേണ്ടി വരും, കട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ സിനിമ റിലീസ് ചെയ്യാവില്ല? ഇവിടെ കുറേയൊക്കെ ഫ്രീഡം ഉണ്ട് ഫിലിം മേക്കേഴ്സിന് എനിക്ക് തോന്നുന്നത്. ബാക്കി സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കങ്ങനെ എന്താണ് രാഷ്ട്രീയത്തെ ഭയന്നിട്ട് സിനിമ എടുക്കാതിരിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭയങ്കര അവസ്ഥയുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് സിനിമകൾ രാഷ്ട്രീയ പാർട്ടികളിവിടെ ബഹിഷ്കരിച്ചിട്ടുണ്ട്, സിനിമ കളിക്കാതെ വിട്ടിട്ടുണ്ട്, അതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ മറ്റ് സ്റ്റേറ്റുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ഭീകരമായിട്ട് നമുക്ക് പറയാനുള്ളത് ധൈര്യമായി പറയാൻ പറ്റുന്ന സിനിമകൾ എടുക്കാൻ പറ്റും. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, അതിൽ അഭിനയിക്കാൻ ആൾക്കാരെയും കിട്ടും. നമുക്കതിവിടെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ റിലീസ് ചെയ്യാനൊക്കെ പറ്റും. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മൾ പേടിച്ച് എന്തെങ്കിലും ഒരു പൊളിറ്റിക്സ് പറയണമെങ്കിൽ പേടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത്ര ഭീകരമായ അവസ്ഥ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ എഴുതുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ എഴുതുന്ന ഒരു പ്രോസസ്സിൽ തന്നെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇത് ഇങ്ങനെ പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി അവർക്ക് ദേഷ്യമാവും അങ്ങനെ ഒന്നാമത് നമ്മൾ ആരെയും എന്താണ് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള വിമർശനം നടത്തി എഴുതുന്ന സിനിമയല്ല എൻ്റെ. കുറച്ചൊക്കെ എന്താണ് സർക്കാസം ഉള്ള സിനിമകളാണ്. അത് എന്താണ് നമുക്ക് മലയാളികൾ നോർമലി ആ തരത്തിലുള്ള ഫലിതങ്ങൾ മുമ്പേ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, ഇവിടെ കുറെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു പാത പിടിച്ചിട്ടുള്ള ഹ്യൂമർ ആണ് ഞാനും അങ്ങനെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് വലിയ അപകടകരമായിട്ടുള്ള ഒരു രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ആൾക്കാർ വെറുത്ത് കല്ലെറിയേണ്ട, ദേഷ്യപ്പെടേണ്ട രീതിയിൽ അവര് അസഹിഷ്ണുത പ്രകടിപ്പിക്കേണ്ട രീതിയിലുള്ള ഒരു ഹ്യൂമർ, അറ്റാക്കിംഗ് ഹ്യൂമർ ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എഴുതും ഈ പ്രശ്നങ്ങളൊന്നും തോന്നാറില്ല. അതായത് ഇത് ആർക്കെങ്കിലും വേദനിപ്പിക്കപ്പെടും, ആർക്കെങ്കിലും കൊള്ളും, കാരണം അവർ അങ്ങനെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചെഴുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ചിന്തയിലൂടെ അധികം പോകാറില്ല. നമുക്ക് ആ സീനിനനുസരിച്ച് എങ്ങനെ ഒരു സീൻ വർക്കൗട്ട് ചെയ്യാൻ
ഏതൊക്കെ തരത്തിൽ അതിനെ ഹ്യൂമറസ് ആയി അവതരിപ്പിക്കാം. ഇത് എൻ്റെ ഏത് സിനിമ എഴുതുമ്പോഴുള്ള വളരെ ബേസിക് ആയിട്ടുള്ള തോട്ടാണ്. അത് ആക്ഷേപഹാസ്യമാവുമ്പം ഏതെങ്കിലും ഒരാളെ ആക്ഷേപിച്ചാൽ മാത്രമേ അവിടെ പറ്റൂ. അത് ചിലപ്പോൾ ഇടതാവാം വലതാവാം. അത് നമ്മൾ നോക്കാറില്ല ആരെയാണ് അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ ശ്രമിക്കും അങ്ങനത്തെ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട്. അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ഹ്യൂമറസ് ആയിട്ട് സിനിമ എടുക്കുന്നതിലും താല്പര്യമുള്ള ആളാണ്. അത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സിനിമയാണുള്ളത്. ഇൻകറക്റ്റ് ആയിട്ട് നമുക്ക് വെറുതെ തോന്നുന്നതാ ബാക്കിയെല്ലാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഏകദേശം അതുപോലെയൊക്കെ തന്നെ. അതുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ സിനിമ മുകുന്ദനെ പോലെ തന്നെ. അപ്പൊ നമ്മൾ പറഞ്ഞപ്പോ അടുത്ത ആള് പൊളിറ്റിക്സിന്റെ ആള് ഡിജു ആണ്. അപ്പൊ ഇപ്പൊ ഡിജു തന്നെ അതില് ആക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതില് ഒരു ഭയങ്കര ക്ലാപ്പ് കിട്ടിയ ഒരു സീനില് ആക്ട് ചെയ്ത ആളാണ് ഡിജു. അപ്പൊ ബേസിക്കലി ഞാനൊക്കെ അല്ലെ നമ്മളൊക്കെ ഞങ്ങൾ കുറെ കാലമായിട്ട് അവൻ അറിയാൻ ക്ലാപ്പ് കിട്ടുന്നു. അത് അവൻ അതിൽ അഭിനയിച്ച് പൊല്ലോ പുള്ളി ചുമ്മാ അടിക്കില്ല. അല്ല അങ്ങനെയല്ല, നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ സിനിമ അറൗണ്ട് 79 days ഷൂട്ട് ചെയ്തു. അപ്പൊ ഈ സീൻ ഏറ്റവും ലാസ്റ്റ് എടുത്തത്. ആ മൊമെന്റിലൊന്നും നമ്മളെ കൊണ്ട് അത് ഈ പറയുന്ന പോലെ ആരുമില്ല. എല്ലാവരുടെയും പോർഷൻസ് കഴിഞ്ഞു. രാജുവിന്റെ കഴിഞ്ഞു, സുരാജിന്റെ കഴിഞ്ഞു, എവറിത്തിങ് സെറ്റാണ്. പിന്നെ ഇനി അവിടെ വന്ന് നമുക്ക് അപ്പൊ ഈ ലാസ്റ്റ് മൊമെന്റില് അങ്ങനെ അങ്ങ് പോയതാ, സംഭവിച്ചതാണ്. ആ സീൻ മാത്രമേ സിനിമയിൽ കേരളത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലേ? ബാക്കിയല്ലേ. അതെ അതെ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, ഞാനൊക്കെ 90s കിഡാണ്, എനിക്കറിയില്ല. ഡിജോ 80s ആണോ അല്ലേ? ഭയങ്കര യങ് അല്ലേ? അപ്പൊ ഞാനൊക്കെ ഒരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ മലയാള സിനിമയൊക്കെ കണ്ട് വളരുമ്പോൾ എത്ര ഒരു ക്യാമ്പസ് ഫിലിം ആണെങ്കിലും എങ്ങനെയൊക്കെ ഒരു ഫൺ ഫിലിം ആണെങ്കിലും അതിൻ്റെ ഒരു ബേസിക് എൻഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ കോളേജിൽ പൊളിറ്റിക്സ് നല്ലതല്ല, യു ഹാവ് ടു ബി എ പൊളിറ്റിക്കൽ അല്ലെ? ഈ ചെപ്പിന്റെ ലൈക് ഫോർ ഇൻസ്റ്റൻസ് ചെപ്പ് ചെപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് എൻഡ്സ് വിത്ത് ലെറ്റ്സ് കീപ് പൊളിറ്റിക്സ് അവേ ഫ്രം ക്യാമ്പസ് അങ്ങനെ എന്തോ ആണ്. സോ അങ്ങനത്തെ ഒരു സമയത്ത് നിന്ന് വെൻ യു ആർ മേക്കിംഗ് എ വെരി ലൈക് overt outside message where you're saying ഇല്ല കുട്ടികൾ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി മലയാളി കുട്ടികൾ യു ഹാവ് ടു ബി പൊളിറ്റിക്കൽ, യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു പൊളിറ്റിക്സ് എന്നൊക്കെ ഒരു മെസ്സേജ് കൊടുക്കാൻ അതിൻ്റെ ഒരു റീസൺ എന്തായിരുന്നു? ഡു യു തിങ്ക് ദാറ്റ് ഈ ഇനി അടുത്ത ജനറേഷൻ അവരിങ്ങനെ ഒട്ടും പൊളിറ്റിക്സ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്വന്തം കാര്യം മാത്രം നോക്കി, ഇസ് ദാറ്റ് ദ റീസൺ വൈ? അല്ല, വിശാൽ ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് അതിൻ്റെ ആൻസർ ആയാലും കവർ ആയി. അതായത് ഇപ്പം നമ്മൾ വായിക്കുന്ന പല ഇൻസിഡൻസ് ആയാലും ബേസിക്കലി ഞാൻ ജനഗണമന അല്ലെങ്കിൽ മുന്നേ ചെയ്ത ക്വീനിലും അറൌണ്ട് പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അതിന്റെ ബേസിക് റീസൺ നമ്മളെല്ലാവരും ഇൻസ്പയർഡ്. ഇപ്പം ഞാൻ 2 ദിവസം ഭയങ്കര ഇൻസ്പയർഡ് ഡയറക്ടറാന്ന് പറയാം. അപ്പം എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളും എൻ്റെ ഉള്ളിൽ അന്നോട്ട്, കാര്യം ഫിലിം മേക്കിങ്ങിൽ തന്നെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ പക്ഷെ അത് സംസാരിക്കുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫിലിം ബട്ട് ഇറ്റ്സ് ടോട്ടലി പൊളിറ്റിക്കൽ ഡ്രാമ വാട്ട്സ് ഓവർ. അപ്പോൾ ഈ സിനിമ എടുക്കുമ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന പല വിഷയത്തിലായാലും നമ്മൾ പ്രതീക്ഷിക്കും ഒരു പ്രതികരണം ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് എല്ലാ ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ ഞാൻ ഒന്നും ഇടാറൊന്നുമില്ല കേട്ടോ. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് അങ്ങനത്തെ പല ഇൻസിഡൻസിലും പലരും പ്രതികരിക്കാതെ ഒക്കെ ഇരിക്കും. എസ്പെഷ്യലി നമ്മുടെ യൂത്ത് മൂവിങ് ഫോർവേഡ് എനിക്ക് തോന്നുന്നു എല്ലാവരും കുറേ കൂടെ, ഇവൻ ഞാൻ ഉൾപ്പെടുന്ന വിഭാഗം ഞാൻ പറയാം, നമ്മൾ കുറേ കൂടെ മൊബൈലിൽ ആ ചുരുങ്ങിയ ലോകത്തായപ്പോൾ. അപ്പോൾ ആ ഒരു സൊസൈറ്റി എസ്പെഷ്യലി ജനഗണമന നമ്മൾ അങ്ങനത്തെ ഒരു ടൈറ്റിലും അങ്ങനത്തെ ഒരു ഫിലിം ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ലൈക്ക് അത് ദാറ്റ് ഷുഡ് എല്ലാ സ്റ്റേറ്റ്സിലും അതിനെപ്പറ്റി സംസാരിക്കണം. ബിക്കോസ് നമ്മൾ ഓൾറെഡി റെഫറൻസ് എടുക്കുന്നത് കേരളത്തിൽ നടക്കാത്തൊരു വിഷയമൊക്കെ. അപ്പോൾ ഒബ്വിയസ്ലി ആകെ അതുകൊണ്ടാണ് ആ സീൻ മാത്രം കേരളത്തിൽ പ്ലേസ് ചെയ്തത്. അപ്പോൾ അവിടുന്ന് തുടങ്ങിയ റിവോൾട്ട്, ബിക്കോസ് ആഫ്റ്റർ ഓൾ മലയാളം സിനിമ, അപ്പോൾ അവിടുന്ന് തുടങ്ങുന്ന റിവോൾട്ട് ഫോർ സംവെയർ ഒരു രാംനഗര എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ഇൻസിഡൻസിൽ പൊതുവേ അത് കുറവാണ്. എല്ലാവരും അവരവരുടെ സ്പേസിലോട്ട് ഒതുങ്ങിക്കൂടുക. അപ്പോൾ ആ ഒരു മെസ്സേജ് കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് എന്ന് പറയുമ്പോഴല്ലോ. ഇപ്പം എന്താ സംഭവിക്കുന്ന എല്ലാവരും കഥ പറയും. ഇപ്പോൾ എത്തിനെ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ കഥ പറഞ്ഞു വിളിക്കുന്നവരെല്ലാം സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ എക്സാക്ട്ലി അതായത് നമ്മള് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ചെയ്തതല്ല. ആഫ്റ്റർ ഓൾ ഞാൻ വിശ്വസിക്കുന്ന സിമ്പിൾ ഓൺലൈൻ ആണ് എന്റർടൈൻമെന്റ്. അപ്പൊ അബി യുവർ ഫേവറേറ്റ് ടോപ്പിക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കേട്ടോ. അപ്പൊ നമ്മളൊക്കെ എത്ര ക്ലാസിക്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാലോ, ലൈക്ക് യു ലുക്ക് അറ്റ് ഗോഡ് ഫാദർ അല്ലെ, മലയാളത്തില് കിരീടം, ചെങ്കോൽ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ബാഡ്. ഈ ഒരു ലീഡ് ക്യാരക്ടർ, ലീഡ് പ്രൊട്ടാഗനിസ്റ്റ്, ലൈക്ക് ആ സിനിമ അയാളുടെ മൊറാലിറ്റി അല്ലെങ്കിൽ അയാൾ ഒരു നല്ല മനുഷ്യനിൽ നിന്ന് ഒരു ഈവിളിലോട്ട് അല്ലെങ്കിൽ ഒരു ഡാർക്ക് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയാണെങ്കിൽ
ഒരു ലോജിക്കാണ് പോയറ്റിക് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട് അവസാനം അയാൾ മരിക്കണം, അല്ലെങ്കിൽ അയാളുടെ പണിഷ്മെന്റ്, അയാളുടെ ഫെയിലിയർ. അതാണല്ലോ അതിന്റെ ഒരു ആർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ടു എൻഡ് ലൈക്ക് ദാറ്റ്. നമ്മൾ ഇങ്ങനെ ഒരു മേക്കിംഗ് എ മൂവി ലൈക്ക് മുകുന്ദൻ ഉണ്ണി, where there is no punishment, like it's not your job to punish, it's not the script's job to punish the protagonist. Did you ever worry about the political correctness of that? Like are we giving a bad message to society? അങ്ങനെ എന്തെങ്കിലും? നോ എന്താ എൻ്റെ ലോജിക്ക് ഇത്രേ ഉള്ളൂ. ഇപ്പം ഈ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് സിനിമയിൽ എൻ്റെ ബിലീഫ് സിസ്റ്റം മാത്രമേ ആ സിനിമയിലുള്ളൂ. ഞാൻ ആരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്ത സിനിമയല്ല അത്. ദാറ്റ് ഇസ് മീ, ദാറ്റ് ഇസ് വാട്ട് ഐ ബിലീവ് ഇൻ. ആരെങ്കിലും ഇംപ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഇതാണ് ഞാനെന്ന് കാണിക്കാൻ വേണ്ടി സിനിമ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ അറിയേണ്ട ആവശ്യമുള്ളൂ. ഇത് ഞാനാവുന്ന സമയത്ത് ഞാൻ ഇതാണെന്ന് കാണിക്കുന്നത് എനിക്കൊരു ഇതല്ല. ഇത് ഇങ്ങനെ ഒരാളെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്നതിന് എനിക്കൊരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ജഡ്ജ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇഷ്യൂ ഇല്ല. ദിസ് ഇസ് മീ. ആൻഡ് ഇതിൽ കംപ്ലീറ്റ് 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ സിനിമയിൽ. ആരും ഇന്റർഫിയർ ചെയ്തില്ല. വിനീതേട്ടൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും സജഷൻസ് വന്നിട്ടുണ്ടെങ്കിലും കൂടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു ബേസിക് മെസ്സേജിങ്ങിൻ്റെ ആണെങ്കിലും കൂടെ ആരും ഇതിൽ ഇന്റർഫിയർ ചെയ്തിട്ടില്ല. ആർക്കും വേണ്ടിയിട്ടും ഇതിൽ ചേഞ്ചസ് വരുത്തിയിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ, കാരണം നമ്മുടെ ബിലീഫ് സിസ്റ്റം, ഞാൻ കോൺഫിഡൻ്റാണ് എൻ്റെ ബിലീഫ് സിസ്റ്റം ഇതാണെന്നുള്ളത്. ഇന്ന് 2022 ഇതാണ് എൻ്റെ ബിലീഫ് സിസ്റ്റം. ചിലപ്പോൾ ഞാൻ ഇവോൾവ് ചെയ്തേക്കാം ഫ്യൂച്ചറിൽ. അപ്പം ഞാൻ എൻ്റെ സിനിമ വേറെ ബിലീഫ് സിസ്റ്റം ആയിരിക്കും പറയാം. അന്നും ഞാൻ ഓണസ്റ്റ് ആയിരിക്കും, അന്നും ഞാൻ കോൺഫിഡൻ്റ് ആയിരിക്കും. വേറെ ആരും വന്ന് ഇന്റർഫിയർ ചെയ്ത് മാറ്റിയാൽ മാത്രമേ പിന്നെ എനിക്ക് ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിന് ആൾക്കാർക്ക് അഫൻഡ് ആവും. എന്തിനാ ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് എൻ്റെ കാര്യങ്ങൾ ഓണസ്റ്റ് ആയിട്ട് ഞാൻ പ്രസന്റ് ചെയ്യുമ്പോൾ എന്തിനു ഞാൻ പേടിക്കേണ്ട ആവശ്യം? അത്രേ ഉള്ളൂ. അത് എനിക്ക് ശരിക്കും പറയാം ഫേക്ക് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് പേടി വരുള്ളൂ. പണ്ട് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ കുറെ ഫേക്ക് ചെയ്തിരുന്നു. നമ്മൾ MHR ഷോർട്ട് ഫിലിംസ് വിനീതേട്ടൻ അറിയാം, എൻ്റെ കുറെ പഴയ ഷോർട്ട് ഫിലിംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊക്കെ നമ്മളിങ്ങനെ ആരെങ്കിലും ആവാൻ വോണബി ആവാൻ ട്രൈ ചെയ്യും. ടാരന്റീനോനെ പോലെ പടം ചെയ്യാം, മറ്റേ വേറെ ആരെയും നോളനെ പോലെ പടം ചെയ്യാം. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ട്രൈ ഔട്ട് ചെയ്യും. അപ്പൊക്കെ നമുക്ക് പേടി വരും, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻസ് വരും. പക്ഷെ ഇപ്പൊ ഞാൻ ആരെയും പോലെ ട്രൈ ചെയ്യുന്നില്ല. ഇപ്പൊ എനിക്ക് എന്റെ മനസ്സിലുള്ള ഞാൻ ചെയ്തത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കോൺഫിഡന്റ് ആണ്. വിനീതേട്ടൻ എന്തെങ്കിലും പേടിയുണ്ടായിരുന്നോ ഇത്രയും ഒരു ഡാർക്ക് റോൾ ചെയ്യുമ്പോൾ? എനിക്ക് ഇവിടെ ഇവൻ വന്ന് ഇരുന്നാലേ പേടിയാണ്. ഞാൻ മുകുന്ദൻ ഉണ്ണി അബിയുടെ കൂടെ കാണുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവനോട് ചോദിച്ചോ, എടാ ആൾക്കാർ മൊത്തം നിന്നെ പോലെ എടാ എല്ലാരും ചിരിക്കുന്നുണ്ടല്ലോ. എനിക്കതായിരുന്നു ഫീലിംഗ്. പക്ഷെ എനിക്ക് അബീനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇതാ, ഈസ് വെരി ഓണസ്റ്റ്. അതായത് അവന്റെ സിനിമ എന്ന് പറഞ്ഞാൽ അവന്റെ സിനിമയാണ്, അവന്റെ ഡിക്റ്റേറ്റർഷിപ്പാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും എന്താ പറയാ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തോന്നില്ല. എനിക്കുള്ള ഡൗട്ട്സ് ഞാൻ ചോദിക്കാറുണ്ട്. ഭയങ്കര ഓവർബോർഡായിട്ട് പോകുന്ന സമയത്ത്, അതായത് ഇവനും എനിക്കും അടി കിട്ടുന്നുള്ള അവസ്ഥയിലുള്ള എക്സ്പെരിമെന്റ്സ് ഇവൻ ചെയ്യുന്ന സമയത്ത് എന്താന്ന് പക്ഷെ ഒരു സാധനം ഡബ് ചെയ്തില്ല. അപ്പൊ ഞാൻ ഡബിയിൽ അവന്റെ മൈക്ക് എടുത്തിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോയി. ഇത് ഞാൻ ഡബ് ചെയ്യില്ലെന്ന്. അതെ, അത് ഡബ് ചെയ്തിരുന്നെങ്കിൽ 20 കുട്ടികളല്ലേ മരിക്കുന്നുള്ളൂ ബസ്സിൽ. അതാരും അറിയാം. അത് നമുക്ക് സെക്കൻഡ് പാർട്ടിന്റെ ഫസ്റ്റ് ഡയലോഗ് ആക്കാം. എന്താ പറയുന്നു? എന്റെ ദൈവമേ. പക്ഷെ അബിയുടെ സെൻസ് ഓഫ് ഹ്യൂമർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അത് ഞാൻ ഭയങ്കരമായിട്ട്, ഞാൻ ആക്ച്വലി ഡബിങ് പ്രോസസ്സാണ് ഏറ്റവും ഈ പടത്തിന്റെ എൻജോയ് ചെയ്തത്. നമ്മൾ ഇവന്റെ പടത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഇവൻ ഭയങ്കര സീരിയസ്, ഒന്ന് ഓർഡറിൽ ഷൂട്ട് ചെയ്യാത്തതിന്റെ ഒക്കെ ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സെറ്റിൽ ഒരു ക്യാരക്ടറിന്റെ ജേണിയാണ് ഇത്. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ എനിക്ക് സീൻ ഓർഡറിൽ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് അത് ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള എക്സ്ക്യൂസ് അല്ലേ. അത് സമ്മതിച്ചില്ലേ പിന്നെ ദേഷ്യം വരില്ല. നിങ്ങളെന്താ പറയാനുള്ളത്? അങ്ങനെ എക്സ്പെക്ട് ചെയ്യണം ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ? അല്ല, എല്ലാ സിനിമകളും ഞാൻ വേണ്ട, ഒരു ക്യാരക്ടറിന്റെ ജേണി ഒരു ലീനിയർ ആയിട്ടുള്ള ഞാൻ ചെയ്ത ഈ 2 സിനിമയിലും ഞാൻ ക്ലൈമാക്സിൽ തുടങ്ങി, കോർട്ടിൽ വെച്ചാൽ തുടങ്ങി. അപ്പൊ എനിക്ക് ഇനിയിപ്പോ അതിനെപ്പറ്റി ചോദ്യമില്ലേ. ഇപ്പൊ ഞാൻ അടുത്ത സിനിമയുടെ എന്തോ കാര്യത്തിൽ ഇടയിൽ വന്നപ്പോഴത്തേക്ക് ഇല്ല അത് ചെയ്യാം, അത് അവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ലിറ്ററലി അതാണ് ഞാൻ പറഞ്ഞത്. അവസ്ഥ ഇതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, പക്ഷെ വിനീതേട്ടന് ക്ലൈമാക്സിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ക്ലൈമാക്സിൽ ഇങ്ങനെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നു, ഇത്രയും ഒരു സന്തോഷിക്കുന്ന ഒരു മനുഷ്യനാണ്, ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇയാൾ അവസാനം അടിപൊളിയായിട്ട് ബെൻസിലൊക്കെ നടക്കുന്നത് നല്ലൊരു എൻഡിങ് ആണ്. ഞാൻ ഡെഫിനറ്റ്ലി അബിയുടെ അടുത്ത് ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അബിക്ക് അതിന് കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെ സമൂഹം സെലിബ്രേറ്റ് ചെയ്യുന്നില്ലേ, ഇങ്ങനെയുള്ള ആൾക്കാർ ദുഷ്ടനെ പന പോലെ വളർത്തുന്നില്ലേ. അപ്പോൾ ആ റിയാലിറ്റി നമ്മൾ റിഫ്ലക്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു അവൻ്റെ ഒരു ആംഗിള്. അല്ലാതെ അവൻ്റെ സിനിമയിൽ കൂടെ ആൾക്കാരെ നന്നാക്കുക എന്ന് പറയുന്ന ഒരു സംഭവം അബി പിടിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. രത്തിനയ്ക്ക് ഇതെങ്ങനെയായിരുന്നു? കാരണം ഇത് നമ്മൾ ഒരു മെഗാസ്റ്റാറിനെ വെച്ചിട്ട്
ഒരു ഭയങ്കര വൺ ഓഫ് ദ ഡാർക്കസ്റ്റ് ക്യാരക്ടേഴ്സ് ഹീസ് പ്ലേഡ് അല്ലെ, ഒരു ടോപ്പ് 5 ഡാർക്ക് ഷെയ്ഡ്സ് എടുത്താൽ മമ്മൂക്കയുടെ വൺ ഓഫ് ദ ഡാർക്കസ്റ്റ്, പ്രോബബ്ലി ഡാർക്കസ്റ്റ് ആണ് പുഴു. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾ അതിൽ വർക്ക് ചെയ്യുമ്പോൾ അതിലെങ്കിൽ എപ്പോഴെങ്കിലും ഇത് OTT ഫിലിമാണ് അല്ലെങ്കിൽ തിയേറ്റർ ഫിലിം ആണെങ്കിൽ റിസ്ക് കുറേ കൂടി കൂടുതലാണ്. ഇത് OTT ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു മെസ്സേജിങ് അല്ലെങ്കിൽ ഓഡിയൻസിനെ കുറച്ചും കൂടിയൊക്കെ നമുക്ക് വിചാരിക്കുന്ന പോലത്തെ ഓഡിയൻസ് ആയിരിക്കും വരാൻ പോണേ. അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഫിലിം ആയിരിക്കും? ഇത് പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനെ OTT ഒന്നുമില്ല. സിനിമ ചെയ്യുന്നു, ഇത് അന്ന് ആ സാഹചര്യത്തിൽ തിയേറ്ററോ OTT ഒന്നുമില്ല. സിനിമ ഷൂട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തു, നമ്മളെല്ലാവരുടെയും എല്ലാം സെറ്റായി, പ്രീ പ്രൊഡക്ഷൻ തുടങ്ങുന്നു, ഇടയ്ക്ക് നിന്ന് പോകുന്നു, കോവിഡ് വരുന്നു, ആളുകൾ അസുഖമാവുന്നു. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ഇതിന്റെ തുടക്കത്തിലൊക്കെയുള്ള നമ്മുടെ ചിന്ത. പിന്നെ ഇത് എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഇതിന് OTT ആണോ തിയേറ്റർ ആണോ എന്നതിൻ്റെയൊക്കെ ചർച്ചകളൊക്കെ വന്നതും പിന്നെ OTTക്ക് പോകാം എന്നുള്ളൊരു ഓപ്ഷനിലൊക്കെ ആ ഒരു ഇതിലോട്ടൊക്കെ പോയത്. അല്ലാതെ ആദ്യമേ ഇതൊരു OTT പടമായത് കൊണ്ട് നമ്മൾ സേഫാണ്, ഒരു ഡാർക്ക് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. ഈ സിനിമ ഇതാണ്, അതിൽ വളരെ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. സിനിമ ഇങ്ങനെയായിരിക്കും, ഇത് എന്താ പറയാ, ഒരു തരത്തിലും ഗ്ലോറിഫൈ ചെയ്യപ്പെടാൻ പാടില്ല. എന്താ മമ്മൂക്കനെ പോലത്തെ ഒരു വലിയൊരു സ്റ്റാർ എന്നുള്ള രീതിയിൽ ഇത് ഗ്ലോറിഫൈ ചെയ്യുക, ആ ഒരു ക്യാരക്ടറിന് ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളത് വളരെ മനസ്സിലെപ്പോഴും എല്ലാം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴും അത് ഓരോ ദിവസവും ഷൂട്ടിലും നമുക്കത് വളരെ ചിന്തിച്ചിട്ട് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ സീൻ തന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഗ്ലോറിഫിക്കേഷൻ ആയിരിക്കും. അങ്ങനത്തെ ഒരു അല്ല നമ്മൾ പറയുന്നത്, അതായത് നമ്മൾ അത്രയും ക്ലാരിറ്റി, അതായത് ഇതൊരിക്കലും ഗ്ലോറിഫൈ ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളൊരു നമുക്ക് ഉള്ളിലുണ്ടാവണമല്ലോ. നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും, ഇല്ലെങ്കിൽ എന്താ പറയാ, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ, ഇപ്പൊ പറഞ്ഞ പോലെ ഡയലോഗ് ഡബ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. ഒരു പ്രശ്നമില്ലായിരുന്നു, ഒരു പ്രശ്നമില്ല. പിന്നെ അതുപോലെ ചിലപ്പോ ഒരു ഷോർട്ടായിരിക്കാം, ഒരു എന്തെങ്കിലുമൊക്കെ വരുമല്ലോ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ആളുകൾ ഇയാളെ പോലെ ഇരിക്കണം എന്ന് തോന്നാൻ പാടില്ലല്ലോ ഒരിക്കലും. കാരണം അത് മമ്മൂക്ക പ്ലേ ചെയ്യുന്നോണ്ടാണ്. മറ്റൊരാൾ പ്ലേ ചെയ്യുമ്പോൾ അത് ചിലപ്പം അത്ര കാണാൻ പറ്റുമായിരിക്കും. ഒരു കൂട്ടം ആളുകൾ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇങ്ങനെയാണ് വരുന്നത് അവരുടെ മുന്നിലോട്ട്. ഒരിക്കലും ആ വ്യക്തിയുടെ കൂടെ ഒരിക്കലും ഈ പ്രേക്ഷകൻ സഞ്ചരിക്കാൻ പാടില്ല. പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ കുറച്ചൊരു റിസ്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ റിസ്കിനെ പറ്റിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ ഇത്രയും ഫാൻസ് ഉള്ള ഒരാള്, ഇത്രയും ഫാൻസ് എന്ന് പറയുമ്പോൾ തന്നെ അവര് സിനിമ കാണാൻ വരുന്നത് തന്നെ അവരുടെ സൂപ്പർ സ്റ്റാർ ഒരു ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ദാറ്റ്സ് ദ തിയറി അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും നെഗറ്റീവായിട്ട്, ഏറ്റവും വില്ലനസ് ആയിട്ട് ഒരു ടൈപ്പ് ക്യാരക്ടർ കൊടുക്കുമ്പോൾ ആ റിസ്ക് എടുക്കുന്നത് എങ്ങനെയാണ്? ഹൗ ഡു ഹാൻഡിൽ ദാറ്റ് റിസ്ക്? ഫാൻസിന്റെ റിയാക്ഷൻ ഭയങ്കര മോശമായിട്ട് വരാം, അങ്ങനത്തെ കുറെ ടെൻഷൻ ഉണ്ടോ? മമ്മൂക്ക എന്ന ആക്ടറിനെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ആ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ ദ ബെസ്റ്റ് ആക്ടറിനെയാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയാണ് അതിന്റെ ദ ബെസ്റ്റ് ആക്ടർ ഹു ക്യാൻ ഡു ദാറ്റ്. ആ ഒരു ക്യാരക്ടറിനെ ചെയ്യാനുള്ള മമ്മൂക്കനെ, അതുകൊണ്ടാണ്. അല്ലാണ്ട് ഒരു സ്റ്റാറിന് നമ്മൾ പോയിട്ട് അങ്ങനെയല്ലല്ലോ. മമ്മൂക്കയാണ് അത് ചെയ്യുന്നത്, അത് മമ്മൂക്കയ്ക്കേ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു അങ്ങനെ ഉണ്ടായ കഥയാണത്, അങ്ങനെ ഉണ്ടായ സിനിമയാണത്. അതിലൊരു സെക്കൻഡ് ചോയ്സോ അല്ലെങ്കിൽ ഇത് ആരെങ്കിലും പ്ലേ ചെയ്തല്ല മമ്മൂക്ക ഇതോ അങ്ങനെ ഉണ്ടായിട്ടുള്ള സിനിമയല്ല. അതുകൊണ്ട് തന്നെ മമ്മൂക്കയായിരിക്കും അത് പ്ലേ ചെയ്യാന്നുള്ളത് നേരത്തെ തന്നെ അറിയാവുന്നത് കൊണ്ടും അങ്ങനൊരു ആ റിസ്ക് ഫാക്ടർ ഒന്നും ഇല്ല. ഇത് ഈ ക്യാരക്ടറിനെ മമ്മൂക്ക ഗംഭീരമായിട്ട് അവതരിപ്പിക്കുമെന്ന് നമുക്ക് ഫുൾ കോൺഫിഡന്റ് ആണ്. അത് ഇവിടെ ആർക്കും അതിലൊരു ഇതും ഇല്ലല്ലോ, ഒന്നും ആർഗ്യുമെന്റ്സ് വരുന്ന കാര്യമല്ലല്ലോ. അപ്പൊ പിന്നെ നമുക്കതൊരു റിസ്ക് ഒന്നും പറയാൻ പറ്റില്ല അഭിനയത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. എനിക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ രണ്ടുപേരുടെ അടുത്താണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ രണ്ടുപേരും അല്ലെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ജോണേഴ്സിൽ ഫിലിംസ് ഡയറക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരല്ലേ? വിനീതേട്ടനാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഡയറക്ട് ചെയ്യുമ്പോൾ തിര പോലത്തെ ഒരു ഫിലിം ഡയറക്ട് ചെയ്യണമെങ്കിൽ യു നീഡ് സം ടൈം അല്ലെ, കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു മൈൻഡ് സ്പേസിലാവുമ്പോഴേ അങ്ങനത്തെ യു കൻ ഓൺലി ഗോ ബാക്ക് ടു ദാറ്റ് കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റ് ഒരു 10 years ലേറ്റ്. അങ്ങനെ അന്താക്ഷരി എടുത്തിട്ടുണ്ട്. ദാറ്റ്സ് എ വെരി ഡാർക്ക് ഫിലിം അല്ലെ, ഒരു ഭയങ്കര ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അത് കഴിഞ്ഞിട്ട് വെൻ യു മേക്ക് എ ലൈറ്റർ ഫിലിം ലൈക്ക് ജയ ജയ, അതിൽ കോമഡി ഉണ്ട്, അതിൽ ആക്ഷൻ ഉണ്ട്, ഒരു ഡിഫറെന്റ് സോൺ അല്ലേ? നിങ്ങളുടെ മൂഡ് എങ്ങനെയായിരിക്കും ഈ രണ്ട് ടൈപ്പ് ഫിലിംസ് ഷൂട്ട് ചെയ്യുമ്പോൾ? അതിന്റെ ലോജിസ്റ്റിക്സ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളെ പറ്റി ഞാൻ ചോദിക്കണം. നിങ്ങളുടെ ഒരു എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ആ സിനിമ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ആ സിനിമയുടെ ഒക്കെ തന്നെ ഒരു മൂഡായിരിക്കോ? അന്താക്ഷരി ചെയ്യുമ്പോൾ അന്താക്ഷരി ശരിക്കും കോവിഡിന് തൊട്ടുമ്പോൾ ലോക്ക്ഡൗൺ തൊട്ടുമുമ്പ് ഓൾമോസ്റ്റ് പ്രൊഡക്ഷനിലോട്ട് പോയൊരു സിനിമയാണ്. അപ്പം
അത് ലാസ്റ്റ് അതിൻ്റെ ഒരു കുറച്ച് പ്രശ്നങ്ങൾ കാരണം അപ്പം നിന്നുപോയി. ആ കുറച്ച് ചേഞ്ചസ്, ഈ പറഞ്ഞ ചേഞ്ചസ് കൈകടത്തിൽ വരുമ്പോൾ നമ്മൾ സ്വാഭാവികം പിൻവാങ്ങുമല്ലോ. അപ്പോൾ അങ്ങനെ പിൻവാങ്ങി ഞാൻ ഇനിയിപ്പോൾ സിനിമ ചെയ്യേണ്ട, വേറെ പണിക്ക് പോവാം എന്ന് തീരുമാനിച്ച നിമിഷമാണ് ആ ഒരാഴ്ചയിലാണ് ലോക്ക്ഡൗൺ വരുന്നത്. അപ്പം ഞാൻ വീട്ടിലിരിക്കുന്നുണ്ട്, പണിക്ക് പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ലോക്ക്ഡൌൺ വന്നത്. പിന്നെ പണിക്ക് പോകാതിരിക്കുമ്പോഴാണ് പണിയില്ല, സിനിമ എല്ലാ സംവിധായകരും സിനിമാക്കാരും വീട്ടിലിരിക്കുന്നുണ്ട്, ഞാനും വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാം ഈക്വലായി, ഇപ്പൊ 0 അല്ലേ. അപ്പൊ ഞാൻ സമാധാനമായി, അപ്പൊ എല്ലാം 0 ആയില്ലേ. ഇപ്പൊ നമുക്ക് ഒന്നേ തുടങ്ങാം. അപ്പോൾ ഞാനത് റീതിങ്ക്, അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് എന്താണെന്ന് അറിയില്ല. അപ്പം പ്രൊഡ്യൂസർ എൻ്റെ ഫ്രണ്ടാണ്, അപ്പം നമുക്ക് ചെയ്യാം, ആരെ വെച്ചിട്ടാണോ ചെയ്ത് കേട്ടോ. അപ്പം സെല്ലിങ് അറിയില്ല എന്താണ്. അപ്പം ഞാനത് സീരീസ് സിനിമയൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ റീവർക്ക് ചെയ്ത് തുടങ്ങി. ഇപ്പം എല്ലാവരും ലോക്ക്ഡൗൺ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയം ഞാൻ ഇന്ന് എഴുത്താണ്. ഞാനത് ലോക്ക്ഡൗൺ കഴിഞ്ഞാലും ഷൂട്ട് തുടങ്ങി. ഷൂട്ടിൻ്റെ പ്രശ്നം പറഞ്ഞാൽ ഇതിന്റെ അവസാനത്തെ സിനിമയാണ്, എന്നിട്ടും കൂടിയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇനി സിനിമ ചെയ്യാൻ പറ്റില്ലല്ലോ, വേറെ പണിക്ക് പോകണല്ലോ. അപ്പം ഞാൻ ഓരോ ദിവസം രാവിലെ ഇരിക്കുമ്പോൾ തന്നെ ഡിപ്രഷനാണ്. അപ്പം പക്ഷേ ലാസ്റ്റ് ഡേ അപ്പം ഇനി 1 more day, ഇനി ഇത്രയും ദിവസം അങ്ങനെ ഷൂട്ട് ചെയ്യും. അപ്പം എല്ലാവരോടും ദേഷ്യമായിരുന്നു, ഈ പറഞ്ഞ ക്യാമറമാനോട് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുന്നില്ല. കാണാൻ ഭയങ്കര പേടിയാണ്. ഭയങ്കര പേടിയാണ്. അപ്പം ഞാനിങ്ങനെ ഓരോ ദിവസം അങ്ങനെ പറഞ്ഞിട്ട്, ഇപ്പൊ എന്റെ ഡാർക്ക് ഇമോഷണൽ സീൻസ് എടുക്കുമ്പോൾ ഞാൻ കരയാറുണ്ട്. എന്റെ റേപ്പ് സീൻ എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. 2 ദിവസം ആരോടും സംസാരിക്കുന്നില്ല. ഞാനിങ്ങനെ ഷൂട്ട് നടക്കുന്ന ഒരു കുന്നിൽ ഞാൻ വേറൊരു കുന്നിൽ പോയിരിക്കും കുറച്ചു നേരം, തിരിച്ചു വരും. ഷൂട്ട് ബ്രേക്ക് ആണ്, അങ്ങനെ ഷൂട്ട് ചെയ്യായിരുന്നു. പക്ഷെ അത് പോസ്റ്റിലോട്ടൊക്കെ എത്തിയപ്പം ഇതേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിരുന്നു ഞാൻ ജയ ചെയ്തു തുടങ്ങി. അതൊരു റിലീഫായിരുന്നു. അപ്പം അത് കയറിയപ്പോൾ വീണ്ടും തമാശ, വീണ്ടും മൈൻഡ് മാറി തുടങ്ങി. അപ്പം സിനിമയുടെ ജോണറിനനുസരിച്ചിട്ട് മാറിയതാണെന്നറിയില്ല, ചിലപ്പോൾ അന്ന് എൻ്റെ ലൈഫിൻ്റെ കണ്ടീഷൻ കൊണ്ട് മാറിയതാണെന്നറിയില്ല. എന്തായാലും 2 മൂഡിനായിരുന്നു. ഭയങ്കര ഡിപ്രസിങ്, എങ്ങനെയെങ്കിലും ഈ ഷൂട്ട് തീർന്നാൽ മതിയായിരുന്നു അന്താക്ഷയുടെ ഒരു വിചാരം. ജയിച്ചേട്ടൻ അങ്ങനെയല്ല, ജയിച്ച് ഷൂട്ട് തീരണ്ട എന്നായിരുന്നു ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും. ഫുൾ ക്രിക്കറ്റ് കളി, ബഹളം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നു. ബേസിലുണ്ട് ഇപ്പൊ അസീസൊക്കെ 9 ദിവസം അഭിനയിക്കാതെ 45 ദിവസം അവിടെ ഉണ്ടായിരുന്നു. പോയിട്ടില്ല, പോയാളെ തിരിച്ച് കാർ വെച്ച് ക്രിക്കറ്റ് കളിയായിരുന്നു. അപ്പം 2 മൂഡിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഇനി അടുത്ത് ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല, മൂഡ് അറിയില്ല. ഓരോ സിനിമയ്ക്ക് ആ ഇമോഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കാണുമ്പോ എങ്ങനെയാ സിനിമ? കാണുമ്പോ ടെൻഷൻ ഒന്നുമില്ല, ഭയങ്കര ടെൻഷനാണ്. അയ്യോ, ഇത്തിരി ഇമോഷണൽ സിനിമയാണെങ്കിൽ യാതൊരു രീതിയിലും കാണാൻ പറ്റില്ല. ഹൃദയം വലിയ ഫീൽ ഗുഡ് മൂവിയല്ല, കാണാണ്ടിരിക്കാൻ പറ്റി. എനിക്ക് എന്നാത്താൻ കേസ് കാണാൻ പറ്റി, ഈസി മൂവി ആയിരുന്നു. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ജനഗണമന ടെൻഷനായി. മുഴുവൻ കണ്ടിട്ടേ ഇല്ല, ഇതിന് കാണത്തില്ല. ആരോ പറഞ്ഞു പറ്റിച്ചതാണ്. ഡാർക്ക്, അത്ര ഡാർക്കാണോ? ഡാർക്ക് ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റർബ് വെള്ളയൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കുറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പം എന്നാലും പക്ഷെ സിനിമ കണ്ടല്ല പഠിക്കുന്നു. ഞാൻ ചിലപ്പം ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ ഓൺ തോട്ടിൽ നിന്നൊക്കെ വരുന്ന സിനിമ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ടെൻഷൻ ഇല്ല. പിന്നെ എന്റെ സിനിമ ഇപ്പൊ 5-ാം പാതിര ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇപ്പോഴും കണ്ടില്ല. അപ്പം 5-ാം പാതിരയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പലരും പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ എന്നാ പിന്നെ അത് മാറ്റാം, അങ്ങനെയാണ് കണ്ടതല്ല, അത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഈ പേടി സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലുണ്ട്. അപ്പം ഇപ്പൊ സിനിമ ചെയ്യാനും പേടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാനും ഇപ്പം ആളുകൾ സ്വീകരിക്കൊന്നും പേടിയുണ്ടാവും. ഈ പറഞ്ഞ കോൺഫിഡൻസ് ഒട്ടും ഇല്ലാത്തതാണ് ഞാൻ. അപ്പം ചെയ്യാൻ കുറച്ചുകൂടെ നന്നാക്കണോ, റീവർക്ക് ചെയ്യാനോ ഹാർഡ് വർക്ക് ചെയ്യാനോ ശ്രമിക്കും, പാളും എന്നുള്ള ഉറപ്പാണ്. ഈ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഹാപ്പി ആയിരിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ സിനിമയിൽ പാട്ടുകൾ വേണം, എനിക്ക് എന്താ പറയാ സോഫ്റ്റ് ഇമോഷൻസ് ഉണ്ടല്ലോ. ആണോ? ഡാർക്ക് പാട്ടല്ലേ? അപ്പൊ അങ്ങനെ പോകുന്ന സിനിമകൾ, നന്നായി അവസാനിക്കുന്ന സിനിമകൾ, അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. തിര ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രീ പ്രൊഡക്ഷൻ ടൈമിലൊക്കെ ഇതിനെ പറ്റിയിട്ടുള്ള റിസർച്ചും, സൊമാലി മാം എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയുണ്ട് കംബോഡിയയിലുള്ള, അവരുടെ ഓട്ടോബയോഗ്രഫിയൊക്കെ വായിച്ച് വെച്ച ദിവസമൊക്കെ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ സുനിത കൃഷ്ണൻ, അനുരാധ കൊയ്രാള, ഇവരുടെ റെസ്ക്യൂ മിഷൻസ്, ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ നടക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ചുറ്റും നടക്കുന്നത് അറിയാണ്ടിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. കൂടുതൽ അറിയുമ്പോൾ നമുക്ക് ഭയങ്കര പേടി വരും. അപ്പോൾ തിരയില് ക്ലൈമാക്സിൽ ഒരു ഭയങ്കര ഈ അങ്ങനെയുള്ള ആളുകളുടെ പെർവേർഷൻ
വേണ്ടിയിട്ട് ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ ഷോട്ടൊക്കെ ഞാനൊരു ഒറ്റ ടേക്കിലാണ് എടുത്തത്. എനിക്കത് വീണ്ടും എടുക്കാൻ ഞാനങ്ങ് തീർക്കാൻ വേണ്ടി എടുത്തതാണ്. ആക്ച്വലി അത് ഇച്ചിരിയും കൂടെ ഇമ്പാക്റ്റിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലൈമാക്സിന് കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ഉണ്ടാവുമായിരുന്നു. എനിക്കത് പറ്റാത്തതുകൊണ്ട് ഞാനങ്ങനെ എടുത്ത് തീർത്തതാണ് അതൊക്കെ. എനിക്ക് അഭിനയിക്കുന്ന സമയത്ത് കുഴപ്പമില്ല. ആ സമയത്ത് ഡയറക്ടറല്ലേ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ സമയം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളവിടെ ചെല്ലുക, അഭിനയിക്കുക. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അബി എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് ഈസിയാണ്. എനിക്ക് ഭയങ്കര ചില ആക്ടേഴ്സിന് ഉണ്ടാവുമല്ലോ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ അത്ര ഇന്റലിജന്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ആ പ്രശ്നം ഉണ്ടാവാറില്ല. സെറ്റ് ഒന്ന് തിരിച്ചു വന്ന് ഒരു മന്തി കഴിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എനിക്ക്. ഈ ക്വസ്റ്റ്യൻ ഡിജോറിന്റെ അടുത്താണ്. ഇതിപ്പോ നമ്മള് പണ്ടൊക്കെ എപ്പോഴും ഒരു മലയാള സിനിമ സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ 100 days 200 days. പക്ഷെ എനിക്കാണ് ഒരു പുലുമുരുകൻ ടൈം തൊട്ട് അല്ലെങ്കിൽ അതിനെക്കാട്ടും ജസ്റ്റ് ദൃശ്യം ടൈം മേ ബി അപ്പൊ തൊട്ട് തുടങ്ങുന്ന ഒരു കാര്യമല്ലേ ഈ പോസ്റ്ററിൽ തന്നെ നമ്മൾ ഓക്കെ 50 കോടി അല്ലെങ്കിൽ 100 കോടി ജനഗണമനയ്ക്ക് ഉണ്ടായിരുന്നല്ലോ 50 കോടി എന്ന് പറഞ്ഞു. ആസ് എ മാർക്കറ്റിംഗ് ടൂൾ ഹൗ ഡു യു ലുക്ക് അറ്റ് ദാറ്റ്? ആൻഡ് ആസ് എ ഡയറക്ടർ അതിന്റെ ഗുണം എന്തെങ്കിലും ഉണ്ടോ? അടുത്ത ഫിലിം കിട്ടാനോ അല്ലെങ്കിൽ അടുത്ത ഫിലിമിന്റെ ബഡ്ജറ്റ് റേസ് ചെയ്യുമ്പോൾ ഇതിന് മുമ്പത്തെ ഫിലിമിന്റെ ആ ഒരു ബോക്സ് ഓഫീസ് ഫിഗർ എല്ലാവർക്കും അറിയാന്നുള്ളൊരു ടോപ്പിക് ഉള്ളപ്പോ അതിന്റെ ഒരു ഡിഫറൻസ് എങ്ങനെയാ? ആക്ച്വലി അത് ഇപ്പോഴത്തെ ഇപ്പൊ നമ്മളും സോഷ്യൽ മീഡിയസിൽ ഇപ്പൊ മെയിൻലി ഓരോ സിനിമ 50 CR അല്ലെങ്കിൽ 100 CR ഇങ്ങനത്തെ കുറെ നമ്പേഴ്സ് ഒക്കെ വരുന്നത്. പക്ഷെ ആക്ച്വലി എനിക്ക് തോന്നുന്നു അൾട്ടിമേറ്റ്ലി സിനിമ നമ്മൾ ചെയ്യുന്ന ഫോർ എന്റർടൈൻമെന്റ് ആണ്. നമുക്കത് ആസ് എ പ്രൊഡ്യൂസർ സൈഡോ അല്ലെങ്കിൽ ഡയറക്ടർ സൈഡിലോ നല്ല സിനിമ എന്ന് പറയുന്നതിനെക്കാട്ടും ഉപരി അവിടെ പ്രേക്ഷകർ വന്ന് അത് ദാറ്റ് ഷുഡ് കൺവേർട്ട് സെല്ലബിൾ ടിക്കറ്റ്സ് ആയിട്ട് വരുമ്പോഴാണ് സിനിമയ്ക്കും കുറച്ചുകൂടി വാല്യൂ വരും. ഇപ്പൊ നമ്മൾ നല്ലൊരു സിനിമ ചെയ്തു, പക്ഷെ ജനങ്ങൾ തിയേറ്ററിൽ കയറി അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. ഐ മീൻ നമുക്ക് ആ ടിക്കറ്റ് വരുന്നതിന് ആക്ച്വലി എന്ത് ചെയ്താലും അത് നല്ലതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് കുഡ് ബി ഇപ്പൊ ഞാൻ നമ്മളൊക്കെ അതിന്റെ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഞാൻ ഇവരുടെ എല്ലാവരുടെ സിനിമ ഉണ്ടാകും. അപ്പൊ നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു എന്റർടൈൻമെന്റ് ആണ്. അതിന് ഏത് രീതിയിൽ ചിലപ്പോൾ ഒരു ട്രെയിലർ ആയിരിക്കാം, ചിലപ്പോൾ അതിനൊരു സോങ് ആയിരിക്കാം. ഇപ്പൊ വിനീതേട്ടൻ പറഞ്ഞൊരു 5 songs. ഇതെല്ലാം ഓരോ മാർക്കറ്റിംഗ് ടൂളാണ്. അതിൽ ഒരു ടൂള് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് 50 CR. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഇപ്പൊ നമ്മൾ പുറത്തെ ഔട്ട്സൈഡ് കേരള കാണുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ബാഹുബലി തൊട്ടോ അല്ലെങ്കിൽ RRR തൊട്ടോ അല്ലെങ്കിൽ KGF തൊട്ടോ അവിടെ എല്ലാം ദ നമ്പേഴ്സ് സ്പീക്ക് ഓബ്വിയസ്ലി. ഇപ്പൊ നമ്മുടെ സൈഡിൽ നിന്നും നമ്മളും ചെറുതല്ല, നമ്മളുടെ സൈഡിൽ നിന്ന് ഇത്രയും ബിസിനസ് വരുന്ന സിനിമകളുണ്ട്. ഇവൻ ചെറിയ സിനിമകൾ വരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്ന സിനിമകൾ നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നു തുടങ്ങി. സെയിം തിങ് ആണ് ഇപ്പൊ കാന്താര. കന്നഡ ഇൻഡസ്ട്രി അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ അവിടെ KGF വന്നത് തൊട്ട് നമ്പേഴ്സ് സ്റ്റാർട്ടഡ് ടോക്കിംഗ്. എനിക്ക് തോന്നുന്നു ഇവിടെ അത് ഉണ്ട് എന്ന് നമുക്ക് കാണിക്കാനും പറ്റുന്ന ഒരു ടൂളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അൾട്ടിമേറ്റ്ലി അത് മാത്രം ഒരു മാർക്കറ്റിംഗ് ടൂളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും ഒരു ഭാഗമാണ്, ഇതിനെ പറ്റിയൊരു ഭാഗം തന്നെയാണ്. പ്രതീക് സാറിന് എന്തെങ്കിലും ഇത് ഫോളോ ചെയ്യുന്ന ഒരാളാണോ? ഈ സിനിമയുടെ ഹിറ്റാണോ ഫ്ലോപ്പ് ആണെന്നല്ല, അതിന് എത്ര കാശ് ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഫിലിം അല്ല വേറെ ഫിലിംസ് ഒക്കെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ അത് അറിയാൻ? ഇല്ല, അങ്ങനെ ഭയങ്കര താല്പര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ 100 കോടി ക്ലബ്ബ് പരിപാടികളൊക്കെ ബോളിവുഡിലൊക്കെ തുടങ്ങുമ്പോൾ അത് സിനിമകളുടെ ഒരു ക്വാളിറ്റി അനുസരിച്ചല്ല. സൽമാൻ ഖാന്റെ പടം 100 കോടി കയറി, ഇനി അടുത്ത ഷാറൂഖ് ഖാന്റെ കയറണം. അപ്പം താരങ്ങളുടെ പടം കയറി എന്നുള്ളതാണ് അവിടെ ആദ്യം ഈ 100 കോടി ക്ലബ്ബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സൽമാൻ ഖാന്റെ പടം കയറി, ഇയാളുടെ കയറിയിട്ടില്ല, ഇനി ഇവർ കയറ്റും, കാരണം ഇയാളുടെ ഇതുവരെ 100 കോടി ക്ലബ്ബിലെ പടങ്ങളില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അത്ര ആരോഗ്യപരമല്ലാത്ത ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരസ്യതന്ത്രമായിരുന്നു ഈ 100 കോടി ക്ലബ്ബ് എന്നൊക്കെ പറയുന്നത്. അത് മലയാളത്തിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒന്ന് നമുക്ക് മാറി നോക്കുമ്പോഴൊക്കെ പടങ്ങൾ തമ്മിലുള്ള മത്സരം പോലെയൊക്കെ അനാവശ്യമായ മത്സരം പോലെയൊക്കെ തോന്നാറുണ്ട്. 50 കോടി ക്ലബ്ബിൽ കയറി അത് ഇത് കുറച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇതൊരു പബ്ലിസിറ്റി മെറ്റീരിയൽ അല്ല. നിന്റെ പടം 50 കോടി കയറി ഞാൻ എന്ത് വേണം എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് പിന്നെ ഓഡിയൻസ് കുറെ കഴിഞ്ഞ് ഉണ്ടാവുക. കാരണം ഈ 50 കോടി അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവായി മാറുകയും ചെയ്യും. അതുകൂടി ഓൾറെഡി കിട്ടിയല്ലോ, പിന്നെ ഞാനത് OTT കണ്ടോളാം. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഓഡിയൻസിന് പരസ്യം പോസിറ്റീവ് നെഗറ്റീവ് ആയി മാറുന്ന ചില സാധനങ്ങളിൽ ഒന്നാണ് ഈ 50 കോടി ക്ലബ്ബൊക്കെ. നമ്മുടെ മുമ്പ് തന്നെ പല ഉദാഹരണങ്ങളും ഉണ്ട്. അങ്ങനെ ഉള്ള റോങ് ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള മാർക്കറ്റിങ്ങിലൂടെയൊക്കെ പടങ്ങളൊക്കെ മാറിപ്പോയത് വിചാരിച്ച പോലെ വരാതിരുന്നൊക്കെ നമുക്കറിയാം. അപ്പോ എനിക്കങ്ങനെ 100 കോടി ക്ലബ്ബ് എന്ന് കേട്ടാലോ അല്ലെങ്കിൽ അയ്യോ അത് കയറി എന്നുള്ള
മറ്റേ തന്നെ എന്റെ കയറി നിനക്ക് കിട്ടി എന്നുള്ള രീതിയിൽ ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ എനിക്കും. സാധാരണ ഓഡിയൻസ് ഉള്ള പോലുള്ള. പിന്നെ ചിലപ്പോ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഓ പോപ്പ് കിട്ടി. അല്ല ഇത് 50 കോടിയുടെ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു പോസ്റ്റർ ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്, ചേട്ടാ ഇന്ന വീട്ടില് ഞങ്ങൾക്ക് ദാരിദ്ര്യമാണ്, ചേട്ടാ സഹായിക്കുമോ എന്ന് പറഞ്ഞിട്ട് കുറെ മെസ്സേജ്. അതായത് നമ്മളിത് ഒരു ബിസിനസ് സൈഡിൽ നിന്ന് നമുക്ക് അവിടുന്ന് വരുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് മാർക്കറ്റിംഗ് സൈഡിൽ പോലെ വിടുന്നതായിരിക്കും. പക്ഷെ ലിറ്ററലി മെസ്സേജസ് ചേട്ടാ ഇവിടെ ഒരു ഇച്ചിരി പ്രശ്നമുണ്ട്. നമുക്ക് അപ്പൊ 3 ലക്ഷം കടം ഒരു മാസത്തേക്ക് 3 ലക്ഷം ഗൂഗിൾ പേ നമ്പർ അയച്ചു എന്നോട് ചോദിച്ചേ ഉള്ളൂ, എനിക്ക് കൊടുത്ത് കിട്ടിയിട്ടില്ല. 50 കോടി കയറി അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. 50 കോടി കിട്ടിയിട്ടില്ല, 50 കോടി കയറില്ല എന്നുള്ള ഇതുകൊണ്ട്. പക്ഷെ ഇതേ പോയിന്റ് ഇപ്പൊ KGF പറ്റി പറഞ്ഞു, കാന്താരനെ പറ്റി പറഞ്ഞു. നമ്മളൊക്കെ ഇൻഡസ്ട്രീസ് വൈസൊക്കെ സംസാരിക്കുമ്പോൾ മലയാളത്തിനെക്കാട്ടൊക്കെ എത്രയോ ചെറിയ ഇൻഡസ്ട്രിയാണ് കന്നഡ. ഇപ്പൊ ഇങ്ങനത്തെ ഫിലിംസ് ഈ KGF ലെറ്റ്സ് സേ ഓക്കെ അത് ഒരു ഭയങ്കര വലിയ ബഡ്ജറ്റ് ഫിലിമാണ്, 100 crore ഫിലിമാണ്, സെക്കൻഡ് പാർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞാലും കാന്താരൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഫിലിം അല്ലേ? എന്തുകൊണ്ടാണ് ഒരു മലയാളം ഫിലിം ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് ഒരു ഔട്ട്സൈഡ് കേരള പോകാൻ പറ്റാത്തത്? തിയേറ്ററിക്കലി OTT-ലൊക്കെ നമ്മുടെ ഫിലിംസ് തന്നെ എല്ലാവരും കാണും, അതൊക്കെ ഐ എഗ്രി. പക്ഷെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് കാന്താരം വേണമെന്നൊക്കെ പറഞ്ഞേക്കാണ്, കുറച്ച് കാത്തിരിക്കണോ? അങ്ങനത്തെ ഒരു ഔട്ട്സൈഡ് കേരള അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെ ചെറിയൊരു പരിപാടി ആലോചിക്കണ്ടായിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടപ്പോൾ എനിക്ക് ഡിസ്കസ് ചെയ്തായിരുന്നു. നളദമയന്തി കഥ ഒരു എന്താണ് കുറച്ച് വലിയ സ്കെയിലിൽ പിടിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കാന്താര പോലെ ആകും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തിയറി ഉണ്ടോ ഈ കാര്യത്തിൽ? എന്തുകൊണ്ടാണ് നമുക്കത് പറ്റാത്ത നമ്മുടെ ഫിലിം? പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ കമേഴ്ഷ്യൽ നമ്മൾ എത്രയോ പുലിമുരുകൻ അത് തൊട്ട് നമ്മളത് തമിഴിലും തെലുങ്കിലൊക്കെ ഡബ് ചെയ്ത് നമ്മൾ ഓൾറെഡി ആ എക്സസൈസിങ്ങിലുണ്ട്. പിന്നെ നമ്മളായും തൊട്ടേ നമ്മൾ ഈ 100 കോടി 50 കോടി നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആസ് ഇൻ ഈ പറഞ്ഞ പോലെ ബോളിവുഡിന്റെ അതുപോലെ നമ്മൾ അന്നൊന്നും അത്ര ഇതായിരുന്നില്ല. ഇപ്പോഴാണ് ഈ പറഞ്ഞ പോലെ എല്ലാവരും നമ്പേഴ്സ് പറയുന്നത്, എന്നാൽ പിന്നെ ഞങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഉണ്ട് എന്നൊരു രീതിയിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു സ്റ്റിൽ നമ്മൾ പണ്ട് തൊട്ടേ കമേഴ്ഷ്യലി എത്രയോ സക്സസ്ഫുൾ സിനിമ, ലൂസിഫർ ഉണ്ടായിരുന്നു, എത്രയോ സിനിമകൾ. ഇപ്പൊ ചെന്നൈയിലൊക്കെ ഐ മീൻ ഞാൻ അങ്ങനെ എടുത്തു പറയുന്നില്ല, ചില മലയാള സിനിമകൾ അവിടെ ഹൗസ്ഫുൾ വരെ ഓടിയിട്ടുണ്ടല്ലോ. എത്രയോ റീസെന്റ് തന്നെ ഈ കൊല്ലമൊക്കെ തന്നെ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഹൃദയവും എല്ലാം എല്ലാ സിനിമകളൊക്കെ നമുക്ക് അവിടെ ഓടിയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തുകൊണ്ട് വന്നില്ല എന്ന്. പിന്നെ ഇപ്പൊ നമ്മൾ പറയുന്നല്ലേ KGF-ല് 100 കോടിക്ക് മേലെയാണ് അതിന്റെ ബഡ്ജറ്റ് എന്നൊക്കെ. അതിന്റെ ആക്ച്വൽ ബഡ്ജറ്റ് ഒക്കെ ആക്ച്വലി പ്രൊഡ്യൂസർക്കും കൂടി പോയ ഡയറക്ടർക്കും അറിയുന്നല്ലാതെ എന്താണ് എനിക്ക് തോന്നുന്നു ഒരു ലാംഗ്വേജിൽ ഉണ്ടാകുന്ന സിനിമ എന്താണ് ഓൾ ഇന്ത്യ ലെവലിൽ വർക്കാക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ഇൻഡസ്ട്രി മെല്ലെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അപ്പൊ കാരണം ബാക്കിയുള്ള എല്ലൊക്കെ വരുന്നത് അത് ഓരോ ലാംഗ്വേജിന്റെ ബാരിയർ ഇല്ലാതെ സിനിമ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് തോന്നുന്നു ആ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് കുറച്ച് നേരത്തെ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ KGF ഉള്ള സിനിമകൾ അത്ര ധൈര്യപൂർവ്വം എടുത്തത്. അത് അവർക്ക് മാർക്കറ്റിൽ ഇതിന് സാധ്യതയുണ്ട് എന്ന് അവരുടെ എന്താണ് അവരുടെ റിസർച്ച് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ അങ്ങനെ സിനിമ എടുത്തു. അതുപോലുള്ള സിനിമകൾ കാണുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിക്ക് അത് മുന്നേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാതെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് തോന്നും അതുപോലെ സിനിമ എടുത്താൽ അതിന് പാൻ ഇന്ത്യ ലെവലിൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കും അങ്ങനെ ആവാം എന്നുള്ള തോട്ട് നമുക്ക് വരും. ഒബിയസ്ലി ആ ഒരു സാധനം എക്സ്പ്ലോർ ചെയ്യാൻ ഒരു ഇൻഡസ്ട്രി ഒരു കുറച്ച് ലേറ്റ് ആയെന്നേ ഉള്ളൂ. നമ്മൾ എപ്പോഴെങ്കിലും അതിൽ ചെയ്യേണ്ടത് തന്നെയാണ്. അല്ല ഇപ്പൊ തെലുഗു എനിക്ക് തോന്നുന്നു കാർത്തികേയ എന്നൊക്കെ പറഞ്ഞ പടം വലിയ സ്റ്റാറാണ്. പക്ഷെ അത് ഭയങ്കര ഹിറ്റായിരുന്നു. പക്ഷെ അത് നോക്കുമ്പോൾ നമ്മുടെ തിയേറ്റർ കേരളത്തിൽ ഓടിയതൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ സ്റ്റിൽ അത് ഭയങ്കര നമ്പേഴ്സ് ഒക്കെ കൗണ്ട് ചെയ്യുന്നു. ആക്ച്വലി നമ്പേഴ്സ് ഒക്കെ ഗുണമാണ്. ഈ പണ്ടത്തെ ഈ ബോളിവുഡ് ഒക്കെ ആയിട്ട് മാച്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോ അവരുടെ ഒപ്പം അല്ലെങ്കിൽ അവർക്ക് മുകളിൽ നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ്. സോ അതിനൊക്കെ വേണ്ടി ഗുണം ചെയ്യും. പ്രൊമോഷൻ പരിപാടി ഈ സിനിമയുടെ ഫസ്റ്റ് കോപ്പി ആയതിനു ശേഷം ഇവർ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. ഒരു ഡബ് ചെയ്യാൻ എടുക്കുന്ന ഒരു എഫേർട്ട് ഇല്ലെങ്കിൽ അത് എല്ലായിടത്തും അത് ഭയങ്കര. അത് നമ്മള് ആ സമയത്ത് നമ്മൾ വീണ്ടും 3 പടം ചെയ്യും ഇവിടെ. ആ ആക്ടർ ഇപ്പം ഒരു ആക്ടർ ഉണ്ടെങ്കിൽ അത് 3 or 4 പടം ചെയ്യും. അപ്പൊ അത്രയും സമയം ഒരു പ്രൊമോഷൻ വേണ്ടി സ്പെൻഡ് ചെയ്ത് എല്ലാ സ്ഥലത്തും പോയി അങ്ങനെ എല്ലാ സ്ഥലത്തും നല്ല ഡബിങ് സ്പേസിൽ ചെന്ന് അവർ ആളുകൾ പിക്ക് ചെയ്ത് ഡബ് ചെയ്യിപ്പിച്ച് ഈ എഫേർട്ട് എടുക്കാൻ ഇവിടെ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ അത് ഒരാൾക്കത്തോളം കാലം പാടായിരിക്കുമോ? ബിബിൻ പറഞ്ഞ പോലെ തന്നെ നമ്പേഴ്സ് കാരണം തന്നെ നമ്മുടെ സിനിമ ഡബ് ചെയ്തിട്ട് അവിടെ ആക്ച്വലി അവരുടെ സിനിമയായിട്ടാണ് പോർട്രേ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ശരിക്കും ഞാൻ പറഞ്ഞ ലിറ്ററലി ഇതൊക്കെ നമുക്ക് ഗുണമാണ്. സിനിമയെ നമുക്ക് എങ്ങനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നു? നമ്പേഴ്സ് അല്ല, എന്തൊക്കെ വർക്ക് ആവുമോ അതെല്ലാം യൂസ് ചെയ്യാം. കാര്യം ഒരു ചാൻസ് അല്ല, നമുക്ക് ഒറ്റത്തവണ സിനിമ ഇറക്കാൻ പറ്റും.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് ഇത് ചെയ്യാം. ഇതെല്ലാം പാർട്ട് ഓഫ് പ്രൊമോഷൻ ആൻഡ് തിങ്സ്. എസ്പെഷ്യലി ചെന്നൈയിലോ അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഒരു ആന്ധ്രയിലോ മറ്റേ തെലങ്കാനയിലൊക്കെ ഒരു മലയാളം ഫിലിമിനെ പെർസീവ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഒരു ലോജിക് ഉണ്ട്. അവർ എസ്പെഷ്യലി തമിഴിലൊക്കെ ആണെങ്കിൽ സിനിമ കുറച്ച് സ്ലോ ആണെങ്കിലോ അല്ലെങ്കിൽ സിനിമയിൽ ഭയങ്കര ഒരു നാച്ചുറൽ സെറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ ഇത് പാത്താലേ മലയാളം പടം മാതിരി ഇരിക്ക് ഒരു ഒരു ഓൾമോസ്റ്റ് ഒരു സർക്കാസം അങ്ങനത്തെ രീതിയിൽ പറയും ഇങ്ങനെ മലയാള സിനിമകളെ പറ്റി. അപ്പോൾ എനിക്ക് ഞാൻ ചെന്നൈയിൽ ജീവിക്കുന്ന ആളെ എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുക, നിങ്ങൾ എല്ലായിടത്തും കൂടി ചോദിക്കുകയാണ് എന്താണ് ഈ പ്രകൃതി പടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുള്ള ഒരു 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 മീനിങ് ഉണ്ടോ അതിന്? അല്ല, അത് ഒരു അജണ്ടയാണ് ബേസിക്കലി. ഒരു സൈഡിൽ നിന്ന് ഒരു ടൈപ്പ് സിനിമകൾ വർക്ക് ആവുന്ന സമയത്ത് ബാക്കിയുള്ള സൈഡിൽ നിന്ന് വരുന്ന ഒരു അജണ്ട, അത്രേ ഉള്ളൂ. ഇന്ന ടൈപ്പ് സിനിമകൾ പ്രകൃതി പടം കാരണം ഡിസ്ട്രക്ഷൻ വരുന്നത്, മലയാള സിനിമ മോശമാകുന്നത്, അതൊരു അവരുടെ സൈഡിൽ നിന്ന് ഒരു അജണ്ടയാണ്. ഈ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആൾക്കാർക്ക് മാസ് മസാല കാരണമാണ് മലയാള സിനിമ ഡിസ്ട്രോയ് ചെയ്യുന്നത്, അതൊരു അജണ്ടയാണ്. എല്ലാ ടൈപ്പ് സിനിമകളും പ്രകൃതി പടം ഉദ്ദേശിച്ച് ബേസിക്കലി ഇതായിരിക്കും, ആർട്ട് ഫിലിം ആയിരിക്കില്ല. ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് എന്ന് പറയുന്ന സാധനമായിരിക്കും, അത്രേ ഉള്ളൂ. ഇതിനൊന്നും അലോപ്പതി ദോഷം ചെയ്യില്ല, ഗുണം ചെയ്തില്ലെങ്കിലും പ്രകൃതി എന്ന് പറഞ്ഞാൽ അതെ അതെ അതെ. ഇപ്പൊ ഭയങ്കരമായിട്ട് ശരിക്കും തോന്നുന്നു സിനിമ അൾട്ടിമേറ്റ്ലി ഒന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് നമ്മള് പ്രേക്ഷകര് കണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നതാന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അൾട്ടിമേറ്റ്ലി എല്ലാം ഒരൊറ്റ ലാംഗ്വേജ് ഉള്ളൂ, സിനിമയ്ക്ക് ഒരേ ഒരു ഭാഷയിലുള്ളൂ. അതിപ്പോ നമ്മുടെ ഓരോ മതം എടുത്താൽ പോലും അതിന്റെ അകത്തുണ്ട് കുറെ. അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം ഒരു ദൈവമാണെന്ന് പറഞ്ഞാൽ പോലും അതിലും ഉണ്ട് കുറെ ഞങ്ങൾക്ക് ഇന്ന കേട്ടോ, അപ്പൊ ഞങ്ങൾ വേറെ സൈഡാണ്, ഞങ്ങൾ മറ്റേ. അപ്പൊ ഇത് എല്ലായിടത്തും ഉള്ള ഒരു പൊളിറ്റിക്കൽ പോയിന്റ് ആണെന്ന് തോന്നുന്നു. ഈ പ്രകൃതി കമേഴ്ഷ്യൽ നോൺ കമേഴ്ഷ്യൽ അൾട്ടിമേറ്റ്ലി എല്ലാവരും സിനിമ ചെയ്യുന്നത് പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഒരു ക്വസ്റ്റൻ ആട്ടോ. ഇതിപ്പോ നമ്മള് ലൈക്ക് എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫിലിം എടുത്താലും നിങ്ങളുടെ രണ്ട് ഫിലിംസ് like it's not about the success of those films, the way it was reviewed, right? നിങ്ങൾ ക്രിറ്റിക്സ് നിങ്ങളുടെ ഫിലിംസിനെ പറ്റി എഴുതിയ രീതിയും അല്ലെങ്കിൽ അത് ഒരു സർട്ടൻ ടൈപ്പ് ഓഫ് ദ വേ ട്രാവൽഡ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്, ഇതൊക്കെ നോക്കുമ്പോൾ അതിന്റെ ഒരു റിവ്യൂസിന്റെ ഒരു ബെനിഫിറ്റ്സ് കിട്ടിയ രണ്ട് ഫിലിംസ് അല്ലേ നിങ്ങൾ രണ്ടുപേരും? അപ്പൊ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ലൈക്ക് ഹൗ ഡു യു ഗൈസ് ലുക്ക് അറ്റ് ക്രിറ്റിക്സ് റിവ്യൂസ് വിച്ച് വാട്ട് എവർ യു കോൾ ഇറ്റ്, നിങ്ങൾ ആ സൈഡിൽ എങ്ങനെയാണ് നോക്കുന്നത്? നമ്മള് കൊടുത്തു കഴിഞ്ഞു, ഇനി അവിടുന്ന് ഒന്നും വരുന്നത് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇനി നമുക്ക് അതിൽ നിന്ന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇറ്റ്സ് ഓൾ ഡൺ. അതിന് മുമ്പാണെങ്കിൽ ഇത് വരുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ആലോചിക്കാനുള്ള ഇതിലല്ലല്ലോ നമ്മളൊരു സിനിമ ചെയ്യുന്നത്. നമ്മൾ ക്രിറ്റിക്സിനെ കുറിച്ചോ റിവ്യൂസിനെ കുറിച്ചോ ഒന്നും ഓർത്തായിരിക്കില്ലല്ലോ നമ്മൾ ആ സിനിമ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതിൽ എല്ലാ സിനിമകളും അവരവർ ഭംഗിയായിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അത് ചിലപ്പോൾ വർക്കാവും, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അതാണ് സംഭവം. അപ്പം അത് നമ്മൾ അത് കഴിഞ്ഞു. നമ്മൾ എഫേർട്ട് കഴിഞ്ഞ ശേഷമാണല്ലോ ഈ ക്രിറ്റിക്സ് റിവ്യൂസ് ഒക്കെ വരുന്നത്. അപ്പം അതിനെ നമ്മൾ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ രണ്ടായാലും അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അതിന് അപ്പം ഞാൻ പ്രതീക്ഷിച്ചതായിരിക്കില്ല മറ്റയാൾ പറയുന്നത്, അപ്പൊ എന്റെ പ്രതീക്ഷ തെറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയ്യോ അത് അങ്ങനെയല്ല എന്ന് പറയാനുള്ള ചാൻസ് എനിക്ക് നഷ്ടപ്പെട്ടു. ഐ എം ഓൾറെഡി ഡൺ, എൻ്റെ വർക്ക് കഴിഞ്ഞു. അതിനുശേഷം വരുന്നത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് എനിക്ക് നല്ലതും നന്നില്ലാത്തതുമാണ്. ആ പറയുന്ന ആളെ സംബന്ധിച്ചാലും ഈസ് റൈറ്റ്. അത് ഓരോരുത്തരെയും ഇതാണ്. അപ്പം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് റൈറ്റ് ആയിരിക്കാം, മറ്റേ ആൾക്ക് അത് റോങ് ആയിരിക്കാം. ഇപ്പം എൻ്റെ സിനിമ ആയതുകൊണ്ട് ഇല്ല എല്ലാവരും ഒരേപോലെ പറയണം എന്ന് പറയുമ്പം അത് കറക്റ്റ് അല്ലല്ലോ. അപ്പം അത് ഞാൻ പുഴുവിന് രണ്ടും ഉണ്ടായിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് റിവ്യൂസും ഉണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടെ കൂടുതലായിട്ട് നല്ല അഭിപ്രായങ്ങൾ കേട്ടത് കൊണ്ടാണ്. അപ്പം അതിന് നെഗറ്റീവ് റിവ്യൂസും വളരെ പ്രശസ്തമായിട്ടുള്ള ആളുകളുടെ നെഗറ്റീവ് റിവ്യൂസും ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് വായിച്ചപ്പോൾ എനിക്ക് അയ്യോ അങ്ങനൊന്നും എനിക്ക് തോന്നിയില്ല. ഓക്കെ, അതിലും എന്താണെന്ന് നോക്കും, അത്രേ ഉള്ളൂ. അത് എൻ്റെ ജോബ് കഴിഞ്ഞു. പിന്നെ ഞാൻ കിടന്ന് ബഹളം വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു നിങ്ങൾ ചിന്തിക്കണം ആളോട് പോയി പറഞ്ഞിട്ടോ കാര്യമല്ല. അത് ഞാൻ അയാളെ കൂടെ എനിക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കേണ്ടത് കുറച്ചും കൂടെ മുമ്പായിരുന്നു, ബിഫോർ ഞാനത് കൊടുക്കുന്നതിന് മുമ്പ്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഭയങ്കര പോസിറ്റീവ്, എനിക്കതിന് അങ്ങനെയാണ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നത്. റിവ്യൂസ് ഒരു വാലിഡേഷൻ ആണല്ലോ, അത് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഒരു ഹാപ്പിനെസ് കിട്ടുക എന്ന് പറയുന്ന ബോക്സ് ഓഫീസ് നമ്പേഴ്സ് കാണുമ്പോൾ തന്നെയാണ്. I want to start this question with you. പക്ഷേ എനിക്ക് എല്ലാവരുടെയും ഒപ്പീനിയൻ അറിയണം ഈ പെർട്ടിക്കുലർ ഒരു ടോപ്പിക്കിൽ. ഇപ്പോൾ വിനീതേട്ടൻ ഈ 2022 you released a film with so many songs, right? About 14 or 15 songs.
അത് അഫ്കോഴ്സ് ഹിറ്റായി നമുക്ക് ഇറ്റ് വാസ് എ സെലിബ്രേഷൻ. നമ്മളൊക്കെ കാണാത്ത രീതിയിൽ ഒരു സോങ്സ് സെലിബ്രേറ്റ് ചെയ്ത ആൽബം കാസറ്റ് വാങ്ങുക അല്ലെങ്കിൽ ആ പാട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യണ ഒരു ഓൾമോസ്റ്റ് ഒരു ഫൊഗോട്ടൺ കൾച്ചർ അല്ലേ നമ്മളൊക്കെ പണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സിനിമയത്തെ പാട്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈവൻ വെൻ യു ആർ listening to stories of Maniratnam and Shankar and all that, planning their future films with only background score, what is the future of the conventional use of using songs? Like വിനീതേട്ടനൊക്കെ ഇനി ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുമ്പോൾ ലിപ്സിങ്ക് ഉള്ള സോങ്ങോ അല്ലെങ്കിൽ കൊറിയോഗ്രഫി ഉള്ള സോങ് ഒക്കെ അതിനിപ്പോ ഒരു മാക്സിമം ഒരു പീരിയഡ് ഫിലിംസ് അല്ലാണ്ട് ഫ്യൂച്ചറിൽ അത് എക്സ്റ്റിങ്ക്ട് ആവുമ്പോൾ ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി നമുക്ക് പണ്ടുണ്ടായതെല്ലാം തിരിച്ചു വരും കുറച്ച് കഴിയുമ്പോൾ. ഡേവിഡ് സ്ക്വയർ എന്ന് പറയുന്ന റൈറ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്കൊരു പുതിയ സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പഴയ ഒരു സിനിമ ചെയ്താൽ മതി, എല്ലാം തിരിച്ചു വരും, ഫാഷൻ പോലെയാണ്. അപ്പോൾ ഇപ്പോൾ പാട്ടുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യൻ സിനിമയുടെ ഒരു കുറവുകളായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള സാധനമാണ് പാട്ടുകളും ഇൻട്രോൽ ബ്ലോക്കും. നമുക്ക് ഫോറിനിൽ പടം കാണുന്ന സമയത്ത് അറ്റ് എ സ്ട്രെച്ച് ഒരു റൺ ടൈമിൽ കാണാം. പക്ഷെ നമുക്ക് ആക്ച്വലി ഞാൻ അതിനൊരു ചാൻസ് ആയിട്ടാണ് കാണുന്നത്. നമുക്ക് ഇന്റർവൽ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലവും കൂടെ നമുക്ക് ക്ലൈമാക്സ് പോലെ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കാൻ ഒരു സ്പേസും കൂടെ കിട്ടുകയാണ്. അപ്പോൾ ഒരു പടത്തിൽ 2 ക്ലൈമാക്സിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്ന പോലെ ഞാൻ അതിനെ കാണുന്നത്. പാട്ട് എന്ന് പറയുന്നത് പാട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ആൾക്കാരുടെ മൂഡ് ഷിഫ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. വേറൊന്ന്, നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് കുറേ എപ്പിസോഡ്സ് ചെറിയൊരു സ്പാൻ ഓഫ് ടൈമിൽ പറയാൻ പറ്റും. വേറൊന്ന്, ഈ പാട്ട് തന്നെ നമ്മുടെ സിനിമയുടെ മാർക്കറ്റിംഗ് മെറ്റീരിയലായിട്ട് മാറും. ഞാൻ ഹൃദയം എന്ന് പറയുന്ന സിനിമയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് 2 ദിവസം ഇറങ്ങിയിട്ടുള്ളൂ. ഒരു ദിവസം ഇന്റർവ്യൂവും ഒരു ദിവസം ഓഡിയോ റിലീസും. ബാക്കിയൊക്കെ നമ്മൾ റിലീസ് ചെയ്ത കോണ്ടന്റ് അത് തന്നെ സിനിമേനെ മാർക്കറ്റ് ചെയ്തതാണ്. അപ്പോൾ പല രീതിയിൽ ഇത് ഗുണമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ ലിപ്സിങ് സോങ്സ് ഒക്കെ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം വരും. ഇപ്പോൾ യൂട്യൂബിൽ എടുത്ത് നോക്കിയാൽ മതി, 2010 മുമ്പുള്ള ഹിന്ദി ഫിലിംസും തമിഴ് ഫിലിംസിൻ്റെ ഒക്കെ വ്യൂസ് ചെക്ക് ചെയ്താൽ മതി. അത്രയധികം ആൾക്കാർ പോയിട്ട് കാണുന്നുണ്ട്. കാരണം ആ സമയത്താണ് കൊറിയോഗ്രഫി, ലിപ്സിങ് സോങ്സ് ഇതൊക്കെ ഉള്ളത്. ഇത് ഇപ്പോഴത്തെ ജനറേഷന് കണക്ട് ആവുന്ന രീതിയിൽ ആരെങ്കിലും കൺസീവ് ചെയ്താൽ ഭയങ്കര രസമായിട്ട് ആൾക്കാർ ഇത് എൻജോയ് ചെയ്യും. പക്ഷെ പുതിയ കാലത്ത് അത് എങ്ങനെ പുതിയതായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാം എന്നുള്ള ഒരു തോട്ട് ആർക്കെങ്കിലും വന്നാൽ മതി. നോൺ നൊസ്റ്റാൾജിക്കലി അല്ലെ, നൊസ്റ്റാൾജി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് വർക്കിംഗ് സ്റ്റിൽ. സീതാരാമം എല്ലാ ഫിലിംസിലും ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആസ് എ ഒരു നോൺ ഐറോണിക്കൽ അല്ലെ, ഈ സമയത്ത് അതെങ്ങനെ പ്രസന്റ് ചെയ്യാന്നുള്ളത് ഒരു എക്സാമ്പിൾ ഉണ്ട്. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട ഇപ്പോഴത്തെ ടൈമിൽ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു ലവ് സോങ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ലിപ്സിംഗ് സോങ് എന്നുള്ള രീതിയിൽ കണ്ട പെട്ടെന്ന് ഏതെങ്കിലും എക്സാമ്പിൾ ഓർമ്മ വരുന്നുണ്ട് ദാറ്റ് യു ലവ്ഡ്? എനിക്ക് പെട്ടെന്ന്, ഇത് കുറച്ച് വർഷമായി, പക്ഷെ ആ സമയത്ത് തന്നെ ലിപ്സിംഗ് സോങ്സ് മലയാളത്തിൽ നിന്ന് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പ്രേമം എല്ലാ പാട്ടുകളും ലിപ്സിംഗ് അല്ലേ. അത് ആ ടൈമിൽ എനിക്ക് തോന്നുന്നില്ല അല്ലെ അധികം ലിപ്സിംഗ് ഉള്ള പാട്ടുകളില്ലായിരുന്നു. നമ്മളെല്ലാവരും മോണ്ടാഷ് ഷൂട്ട് ചെയ്തിട്ട് പാട്ടാക്കുന്ന ഒരു പരിപാടിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു കുറെ പേര്. അപ്പൊ ആ സമയത്തല്ലേ പ്രേമം. അത് പിന്നെ ആ സമയത്ത് ഇച്ചിരിയും കൂടെ പാട്ടുകളുണ്ടായിരുന്നു അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് തല്ലുമാല എന്തുകൊണ്ടാണ് ഇത്രയും ശരിക്കും പറഞ്ഞാൽ ഖാലിദ് റഹ്മാൻ ആക്ച്വലി ഇതിനൊരു ഭയങ്കര സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും സോങ്ങിന് സിനിമയുടെ ഒരു ഭയങ്കര ഒരു ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ ചെയ്ത പോലെ എനിക്ക് തോന്നിയില്ല തല്ലുമാല കണ്ടപ്പോ. അപ്പൊ സിനിമ ഭയങ്കരമായിട്ട് പടത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിലുണ്ട് ലിപ്സിംഗും ഉണ്ട്, പക്ഷെ ഖാലിദ് അത് പ്രസന്റ് ചെയ്തത് പുതിയ രീതിയിലാണ്. അങ്ങനെ വരും. K-pop ഒക്കെ പോലെ ഉള്ള പാട്ടുകൾ പടത്തിൽ വരുന്ന രീതിയിൽ ആൾക്കാർ കൺസീവ് ചെയ്യും. അല്ലെങ്കിൽ ഈ K-pop ഒക്കെ നമ്മൾ കേട്ടതാണല്ലോ, ഇത് നമ്മൾ കേൾക്കാത്ത സാധനങ്ങളായിട്ടൊക്കെ ആൾക്കാർ വരും. അപ്പോ അല്ല, അതിപ്പോ നമ്മളിങ്ങനെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് അല്ലാണ്ട് നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാല്ലേ കഥയില്. അതെ. അപ്പൊ വിനീതേട്ടൻ അത് ഒരിക്കലും വേണ്ടാന്ന് വെക്കില്ല? ഞാൻ വേണ്ടാന്ന് വെക്കില്ല. ആക്ച്വലി ഞാൻ ബിലീവ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹിസ് ഹൈനസ് അബ്ദുള്ള അതുപോലെയുള്ള സിനിമകളുണ്ടല്ലോ, മ്യൂസിക്കലായിട്ടുള്ള ക്ലാസിക്കൽ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആ സിനിമയൊക്കെ പുതിയ രീതിയിൽ കൺസീവ് ചെയ്തിട്ട് ഇവിടെ ഒരാൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഹ്യൂമങ്കസ് ഹിറ്റ് ആയിരിക്കും. ഞാൻ ഗാനമേള നടത്തുന്ന ആളാണ്. രവീന്ദ്ര മാഷ പാട്ട് പാടുമ്പോൾ ഇപ്പോഴും വിശാൽ ഒരു ക്ഷേത്ര പരിപാടിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ രവീന്ദ്ര മാഷ ഒരു സോങ് ഉണ്ടെങ്കിൽ ഫുൾ ക്രൗഡ് നിന്ന് പാടും. അപ്പോൾ ആ ഓഡിയൻസ് അവിടെ ഉണ്ട്.
ഇവരെ ടാപ്പ് ചെയ്യാൻ ഒരു ഫിലിം മേക്കർ വന്നിട്ടില്ല. ഇപ്പൊ ഡാമിയൻ ഷെസലിന്റെ വിപ്ലാഷ് എന്ന് പറയുന്ന സിനിമ, അത് നേരെ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ഒരു പ്രിമിസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇൽ ബി എ വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ ചേഞ്ച്. ഇതുപോലെ ക്ലാസിക്കൽ മ്യൂസിക് അറിയണമെന്നോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് അറിയണമെന്നോ നത്തിങ് ഇസ് ഇമ്പോർട്ടന്റ്. അല്ല, ഡാമിയൻ ഷെസൽ മ്യൂസിക് അറിയുന്ന ആളാണ്. ഓഡിയൻസ് റൈറ്റ്. സിനിമാറ്റിക് ഡ്രാമയാണോ ഓഡിയൻസിന് ആവശ്യമുള്ളത്? ആ ഡ്രാമയിൽ അവരെ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡിവൈസിനകത്ത് ഏത് രീതിയിലുള്ള കഥയിൽ ഇത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇത് വർക്കാവും. അപ്പോൾ ഓൾറെഡി നമുക്ക് നമ്മുടെ റൂട്ട്സിൽ ഈ സാധനം ഉണ്ട്. ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ട്, ഹിന്ദുസ്ഥാനി ഉണ്ട്, ഫോക്ക് ഉണ്ട്. അയ്യപ്പനും കോശിയിൽ എന്ത് രസമായിട്ട് അവർ ഫോക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആ പടത്തിന്റെ പോപ്പുലാരിറ്റീനെ ഭയങ്കര ഹെൽപ്പ് ചെയ്തതാണ്. അപ്പൊ ക്ലാസിക്കൽ അങ്ങനെ ഒരാൾ യൂസ് ചെയ്ത ഇപ്പൊ നമ്മുടെ പടത്തിൽ നഗുമോ ഭയങ്കരമായിട്ട് നമുക്ക് വർക്കായൊരു ഇതാണ്. അപ്പോൾ വേറൊരു പെർസ്പെക്റ്റീവിൽ ഒരു മച്ചാൻ വരും, അവനിത് എക്സ്പ്ലോർ ചെയ്യും, അത്രേ ഉള്ളൂ. നമുക്ക് ഒന്നും അറിയില്ല എന്നപ്പോ മനസ്സിലാവും ചെയ്യും. അതെ. വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ രണ്ടിടത്തുമാണ് ഈ ക്വസ്റ്റ്യൻ. എന്താന്ന് വെച്ചാൽ ഈ KGF 2 ഇറങ്ങിയപ്പോണ്ടല്ലോ, ലൈക്ക് ദർ വാസ് ടോക്ക് ഓഫ് ഹൗ ദി എഡിറ്റർ ഇസ് 19 years or 20 years. അത് ബേസിക്കലി അയാളുടെ ടിക്ടോക്ക് കണ്ടിട്ടോ അയാളുടെ റീൽസ് കണ്ടിട്ട് ചൂസ് ചെയ്ത ഒരു എഡിറ്ററാണ് KGFന്റെ എഡിറ്റർ. അപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലൈക്ക് വെൻ എഡിറ്റിംഗ് ഇറ്റ് സെൽഫ് ഇസ് ഷിഫ്റ്റിംഗ് ടു ദ റീൽസ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു ടിക്ടോക്ക് ജനറേഷൻ, നിങ്ങൾക്കത് ഒരു സെക്കൻഡ് പോലും എന്താ പറയാ ഒരു പോസ് ഉണ്ടാവാൻ പാടില്ല, സൈലൻസ് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ സിനിമയുടെ പേസ് തന്നെ കുറച്ചൊരു സ്ലോ ആണെങ്കിലും ദർ ഷുഡ് ബി നോട്ട് ഈവൻ 1 second where the audience is resting. അങ്ങനത്തെ ഒരു പ്രഷർ ഉണ്ടോ? അല്ലെങ്കിൽ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടോ നിങ്ങൾക്ക് എഡിറ്റിന് ഇരിക്കുമ്പോൾ, എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ? എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഒരു പ്രഷറൊന്നുമില്ല. ഞാൻ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ഫാസ്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ഇഷ്ടം, ഫാസ്റ്റ് ആയിട്ടുള്ള സിനിമകൾ കാണാൻ ഇഷ്ടം. അങ്ങനെ വരുമ്പോൾ എൻ്റെ സിനിമ ഫാസ്റ്റ് ആയിരിക്കും. ടു ദ പോയിന്റ് കട്ട് ചെയ്യാൻ എനിക്കിഷ്ടം. ലിങ്കർ ചെയ്യാൻ അധികം ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അത് ടിക്ടോക്ക് ഇങ്ങനെ ഇവരോടുള്ളൊരു പേടി കാരണോ അങ്ങനെയൊന്നുമല്ല. ഞാൻ അങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ സിനിമകൾ ഇനി ഫാസ്റ്റ് ആയിരിക്കും, ഇതിലും ആ ഒരു പേസ് വരുമായിരിക്കും. പിന്നെ ഞാൻ KGF ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഈ അറ്റൻഷൻ സ്പാനിന്റെ പ്രശ്നം കുറച്ച് നമ്മൾ ആക്ച്വലി ഫേസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് സാധനം വെച്ച് കുറേ കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പെട്ടെന്ന് വേറൊരു പരിപാടിയിലോട്ടൊക്കെ പോയി ഓരോ കുറച്ച് കഴിയുമ്പോൾ തോറും ഓഡിയൻസിന് എന്താണ് പുതിയത് കൊടുക്കണം എന്നുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കത് വേണം. ഓഡിയൻസ് ഈ എന്താണ് ബാക്കി സോഷ്യൽ മീഡിയ, ഫോൺ, അതിൻ്റെ ഉപയോഗമൊക്കെ എത്രത്തോളം അറ്റൻഷൻ സ്പാൻ കുറച്ചിട്ടുണ്ടോ അത് ചിലപ്പം സിനിമയെയും ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു പേടിയൊക്കെ നമുക്കും ചിലപ്പോൾ തോന്നാറുണ്ട്. ഈ ഷോട്ടിലധികം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. എനിക്ക് ഈ ഹ്യൂമർ വർക്കാവുന്നുണ്ട്. ചിലപ്പോൾ ഒരു കമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് എന്ന നിലയിൽ അത് ഓഡിയൻസിന് ആ ഹ്യൂമർ നിൽക്കണമെന്നില്ല. അപ്പോൾ ആ സ്റ്റേ അവിടെ അധികം കൊടുക്കണ്ട, അങ്ങനെ തോന്നാറുണ്ട് നമുക്ക്. ഓഡിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ മൈൻഡിൽ വെച്ചിട്ട് ഒക്കെ നമ്മൾ ചിലപ്പോൾ എഡിറ്റിൽ വ്യത്യാസങ്ങൾ വരുത്തും. അത് എനിക്ക് തോന്നുന്നു ഓരോ കാലത്തിനനുസരിച്ച് ഓഡിയൻസിൻ്റെ ഓരോ ടേസ്റ്റ് മാറുമ്പോൾ നമുക്ക് തന്നെ പേടി തോന്നും. അങ്ങനെ ഉണ്ടാവാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വേറെ മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്, ഇത് എല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ when you're looking back at this year, നിങ്ങളുടെ സ്വന്തം your own film, it doesn't have to be your own film, പക്ഷെ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറി എന്താണ് ഈ കൊല്ലത്തില് when you just looking back at it, like in terms of a movie? എന്തായിരിക്കും ഒരു വേറൊരു സിനിമ കണ്ടതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫിലിമിന്റെ വേറൊരാൾ പറഞ്ഞ കാര്യമായിരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ വാട്ട് ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് മെമ്മറി ഫ്രം ദിസ് ഇയർ? എനിക്ക് സിനിമ റിലീസായത് തന്നെയാണ്. കുറേ ആക്ച്വലി ഒരു സിനിമ റിലീസായിട്ട് ഒരു 2 weeks എടുത്തു സിങ്കിങ് ചെയ്യാൻ. എല്ലാവരും നല്ല തന്നെയാണ് പറയുന്നതിനെ കുറിച്ചൊന്നും, നല്ലൊരു പ്രോഡക്റ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്നും ഒക്കെ. ഒരു സിങ്കിൻ ചെയ്യാൻ ടൈം വേണമല്ലോ, ചുമ്മാ ഭംഗിവാക്കല്ല. സേഫാണ്, എല്ലാം സേഫാണ്. ഈ നെക്സ്റ്റ് ഐ വിൽ ബി ഇൻ എ ബെറ്റർ പ്ലേസ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് റിയലൈസ് ചെയ്ത് ഇപ്പോൾ ലാസ്റ്റ് ഒരാഴ്ചയാണ്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനിപ്പോൾ ഒരു ലാസ്റ്റ് 5 വർഷത്തിൽ ഇല്ലാത്തൊരു ഹാപ്പിനെസ് എനിക്കിപ്പോൾ ഉണ്ട്. അപ്പം സെയിം സിനിമ വന്നത് സംഭവിക്കുക, നമ്മൾ എന്താ പറയുക ഇത്രയും കാലം കാത്തിരുന്ന, അപ്പം അതിനെക്കാട്ടും ഭംഗിയുള്ള ഒന്നും ഈ വർഷം ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ. നമ്മുടെ സിനിമ പുറത്തു വരിക, അതിനെ എല്ലാവരും കാണുക, അപ്രീഷിയേറ്റ് ചെയ്യുക. ആ സിനിമയുടെ പേരിൽ നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ പേര് പറയുന്ന കൂട്ടത്തിൽ സിനിമയുടെ പേരും കൂടെ പറഞ്ഞ് ഒരു പുതിയൊരു അഡ്രസ്സ് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും മനോഹരമായിട്ട് ഈ വർഷം സംഭവിച്ചത്. നമ്മൾ സിനിമ തന്നെ എന്താവും എന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയായിരുന്നു നമ്മളെല്ലാവരും സഞ്ചരിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വർഷം
ഫസ്റ്റ് പടം ഇത് ഏതാണോ തിയേറ്ററിൽ കപ്പടിച്ചോ, ഓക്കെ എന്നാൽ ഞാനും പോകും, നമ്മളും പോകുമ്പോൾ അവിടെ ജനങ്ങൾ മാസ്ക് വെച്ചിട്ടോ അല്ലാതെ ഇറങ്ങി വന്ന് അതൊരു ഉത്സവമായിട്ട് എനിക്കൊന്ന് ഹൃദയത്തിൽ നിന്ന് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ആ ഫസ്റ്റ് ഫിലിം തൊട്ട് ഏത് ഫിലിമും തിയേറ്ററിൽ ഇങ്ങനെ ഗംഭീരാന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര, കാരണം ദാറ്റ് ഇസ് ദ സ്പേസ്, നമ്മുടെ സ്പേസ് ആൾക്കാരെ തിരിച്ച് ആ ഒരു ഫ്രസ്ട്രേഷൻ ഇതെല്ലാം കളഞ്ഞ് തിരിച്ച് ബാക്ക് ടു തിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്. കാര്യം നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഫസ്റ്റ് ഡേ ഏത് പടമാണെങ്കിലും തിയേറ്ററിൽ പോയി കാണുന്നു. അപ്പൊ ഏതൊരു സിനിമയും വിജയിക്കാന്ന് പറയുമ്പോൾ കിട്ടുന്നത് ഇതുവരെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഞാൻ പറയാം, പക്ഷെ പൊതുവെ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു ചേഞ്ച് ആയിരിക്കാം സിനിമ വിജയിക്കണം ആസ് എ ടോട്ടൽ, അവൻ്റെന്നല്ല ഇവൻ്റെന്നല്ല, ബിക്കോസ് ഇതെല്ലാം നമ്മുടെ. അപ്പൊ ഏതൊരു സിനിമ വിജയിച്ചു ഓക്കെ, അപ്പൊ സ്കോപ്പ് ഭയങ്കരമായിട്ട് നമുക്ക് ഇല്ലാതിരുന്ന ഒരു സ്പേസ് പെട്ടെന്ന് വരിക, പിന്നെ നമ്മുടെ സിനിമ വിജയിച്ചു എന്നൊക്കെ അറിയുമ്പോൾ സ്വാഭാവികം. അപ്പൊ ദാറ്റ് ആ തിയേറ്ററിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങുന്ന ആ മൊമെന്റ് തൊട്ട്, ആൻഡ് ദാറ്റ് ടു എല്ലാ സിനിമയും, ചെറിയ സിനിമ എന്നില്ല, വലിയ സിനിമ എന്നില്ല, മാസ് മസാല എന്നില്ല, പക്ഷെ എല്ലാ സിനിമയും സക്സസ് ആവുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. കുറേ നല്ല മെമ്മറീസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അത് അങ്ങനെ എടുത്തു പറയാന്ന് വെച്ചാൽ ഇപ്പൊ പ്രിയനങ്ങൾ പടം കണ്ടിട്ട് ചെന്നൈയിൽ അതെനിക്ക് ഭയങ്കര ഒരു അന്ന് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതാണ്. അങ്ങനെ പല സ്ഥലത്തുനിന്നും കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക്. ഇപ്പം മുകുന്ദൻ ഉണ്ണി കണ്ടിട്ട് കുറേ പേര്, ജനറലി ഞാൻ നന്നായി അഭിനയിച്ചു എന്നാരും ആൾക്കാർ പറയാറില്ല. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ പറയാറില്ല എൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ശീലമില്ല അത് അങ്ങനെയുള്ള ഫീഡ്ബാക്ക് കിട്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ ഹൃദയം മൊത്തത്തിൽ ഒരു ഭയങ്കര മാജിക്ക് നടന്ന ഒരു പോലെയാണ് എനിക്ക് അത് ആ സമയത്തൊക്കെ ഫീൽ ചെയ്ത. കേസസ് ഇത്രയും കൂടി 50% ഓക്യുപ്പൻസിയും സൺഡേ ലോക്ക്ഡൗൺ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ വന്ന് അതായത് എങ്ങാനും പടം പാളിയിരുന്നെങ്കിൽ, അതായത് ഇവിടെയുള്ള ഏറ്റവും ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഫിലിം മേക്കറായിട്ട് ആൾക്കാർ എന്നെ പറയുമായിരുന്നു. അപ്പോൾ എല്ലാരും ബാധിക്കും, എല്ലാരും. അത് അല്ല, എന്നെ കൂടുതലും അത് ശരിക്കും അതാണ് അത് കഴിച്ചലാവുക എന്ന് പറയൂലേ, ശരിക്കും അങ്ങനെ ഒരു ഫീലായിരുന്നു. എങ്ങാനും നമ്മുടെ കാൽക്കുലേഷൻ മിസ്സായിരുന്നെങ്കിൽ ആദ്യം പറയാം അങ്ങനെയല്ലേ. അപ്പോൾ അതുണ്ടായില്ല, അത് തന്നെ ഒരു വലിയ ഹാപ്പിനെസ് ആണ്. അറിയില്ല, 2022 ഓൾമോസ്റ്റ് പ്രഷ്യസ് ഇയർ. അതായത് സിനിമ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാത്തൊരു അവസ്ഥയിൽ നിന്ന് ജോലിക്ക് പോകാതെ കഷ്ടപ്പെടുത്താതെ 2 പടം, 2 എക്സ്ട്രീം ജോണേഴ്സ്, 2 ഡിഫറെന്റ് ജോണേഴ്സ്. എനിക്ക് അന്താക്ഷരി കുറച്ച് സാധാരണക്കാരനാൽ കുറച്ചുകൂടി ഈ ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ ഹിന്ദിയിൽ നിന്നോ അല്ലെങ്കിൽ തമിഴിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ഭാഷയിൽ നിന്നോ ഇവിടുത്തെ ഡയറക്ടേഴ്സാണ് എനിക്ക് കൂടുതൽ വിളിച്ചത്, പ്രൊഡ്യൂസേഴ്സൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ ജയ എനിക്ക് പ്രൊഡ്യൂസേഴ്സ് വിളിച്ചു തുടങ്ങി. അപ്പൊ അതൊരു രണ്ട് എക്സ്ട്രീം ജോണർ. ഈ കാര്യം ഇങ്ങനെയാണ് ഞാൻ തിരിക്കുന്നത്. ഞാൻ ത്രില്ലർ ആൻഡ് കൊമേഴ്ഷ്യലല്ല തിരിച്ചത്, ഡയറക്ടേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് എന്നുള്ളതാണ് ഞാൻ തിരിച്ചത്. ആ പ്രൊഡ്യൂസേഴ്സ് വിളിക്കുമ്പോൾ തന്നെ അല്ല, ഡയറക്ടേഴ്സ് വിളിക്കുമ്പോൾ കാര്യം വെച്ചാൽ ഞാൻ സിനിമയില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ എന്നെ കോൺസ്റ്റന്റ് ആയിട്ട് വിളിച്ച് നീ പടം ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞ 2 പേരാണ്. ഒന്ന് ജിത്തു ജോസഫും ഒന്ന് ലിജോസ് ഫെലിച്ചിരി. അപ്പം ഇവർ തന്നൊരു സ്ട്രോങ് ഒരു പോയിന്റിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ജോലിക്ക് പോകണം എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ ഇവരോട് വിളിച്ച് പറഞ്ഞില്ല. ഇവർ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. ഇവരെ ഇടയ്ക്ക് ഒരു 3 മാസത്തിലേക്ക് എന്നെ വിളിക്കുക, എന്താണ് ഇവൻ്റെ അവസ്ഥ, ഇവർ എവിടെയാണ് എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ അന്താക്ഷരി ഷൂട്ടിൻ്റെ പകുതിയായപ്പോൾ കൂടുതൽ നീ ഷൂട്ട് തുടങ്ങും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ചെറുതായിട്ടൊരു ലൈറ്റ് യൂണിറ്റുള്ള DSLR ക്യാമറയാണ്, ഇതുപോലത്തെ ക്യാമറയാണ് ഷൂട്ട് ചെയ്യുന്നത് അന്താക്ഷരി മൊത്തം. അപ്പോൾ ഒരു സിനിമയാണെന്ന് പോലും പറയാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനത് ഷൂട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, സെല്ല് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഞാൻ ജിത്ത് ചേട്ടനോട് കാണിച്ചു. അതുപോലെ ലിജോ വിളിച്ചു. ഇതിൽ 2 പേരും റെഡിയാണ് സെല്ല് ചെയ്യാൻ. ജിത്ത് ചേട്ടനെ കൊടുത്തിട്ട് നമുക്ക് അടുത്ത പടം ഷൂട്ട് ചെയ്യാം, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ലിജോ മുന്നോട്ട് വരികയാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ 2 പേരും കൊണ്ടുപോവാണ്. അപ്പോൾ അതിനിടയിലാണ് ജയ സംബന്ധിച്ചത്. അപ്പം ജയ കഴിഞ്ഞിട്ട് അടുത്ത ലിജോയുടെ പടം ചെയ്യുന്നത്, ലിജോ ഇനി ചെയ്യണ്ട, ഇനി ഞാൻ ചെയ്യുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഞാൻ നിനക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നീ വർക്കൗട്ടായി, ഇനിയിപ്പോൾ നീ സ്വന്തമായിട്ട് ചെയ്തോ, രക്ഷപ്പെട്ടോ എന്നുള്ള കൂടാണ് പുള്ളിക്ക്. അങ്ങനെ ആ പടം ക്യാൻസൽ ചെയ്തു നമ്മളിപ്പം. അപ്പം ഇവർ 2 പേരും നിന്ന് പിടിച്ചതിൻ്റെ ഒരു ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ഇവർക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു 2 പേർക്കും. ഇപ്പോഴും ഇവരാണ് എന്നെ, എനിക്ക് ഇവരുടെ അടുത്താണ് ഷെയർ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ താങ്ക്സ് പറയാനുള്ളത് ഇവരുടെ അടുത്താണ്. അപ്പം 2022 എനിക്ക് നമ്മൾ ജനിച്ചിട്ട് പഠിച്ച് വളർന്നു, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ കുട്ടികളുണ്ടായി, ഇങ്ങനെ എല്ലാം നല്ല കാര്യങ്ങളായിരിക്കും. പക്ഷെ 2022 പുതിയൊരു ജീവിതം കിട്ടിയൊരു ഫീലുണ്ട്. അത് എങ്ങനെ പറയണമെന്ന് അറിയാൻ പറ്റില്ലല്ലോ നമുക്ക്. നമ്മൾ April 22 എന്നാണ് അന്താക്ഷരം. അതിന് മുമ്പുള്ള ലൈഫും വേറൊരു ലൈഫാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ അവസ്ഥ, അങ്ങനെ ഇരിക്കുന്നത്.
സർ 22 ഏകദേശം നല്ല വർഷമാണ്. ഞാൻ കംപ്ലീറ്റ് NnaThaan Case Kodu കൂടെയായിരുന്നു. 21 എൻഡിലൊക്കെയാണ് അതിന്റെ പ്രീ പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. 2022 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ട്രാവൽ ചെയ്തത് NnaThaan Case Kodu എന്നുള്ള പടത്തിന്റെ കൂടെ തന്നെ ആയിരുന്നു. നല്ല വർഷമായിരുന്നു, നല്ല സുഖമുള്ള വർഷമായിരുന്നു. ഒരു ചെറിയൊരു മെമ്മറി വിനീത് ഉള്ളതുകൊണ്ട് ഓർമ്മ വന്ന് ഞാൻ പറയാണ്. വിനീത് പടം കണ്ടു കഴിഞ്ഞിട്ട് വിളിച്ചിരുന്നു, നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ചാക്കോച്ചൻ ലാസ്റ്റ് ട്രക്ക് അടിക്കാൻ വരുമ്പോൾ മറിയുന്നതാണല്ലോ. അപ്പോൾ വിനീത് പറഞ്ഞു അതിനകത്ത് പുള്ളിയെ കൊല്ലായിരുന്നു നന്നായി എന്ന് വിനീത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അതിന് പറഞ്ഞിരുന്നത് വെച്ചാൽ ഇപ്പോൾ ആൾക്കാർ എത്രയും നേരം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പുറത്ത് പോകുമ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ പോയിക്കോട്ടെ എന്നുള്ളത് അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു സ്യൂഡോ ഇന്റലക്ച്വൽ പരിപാടിയാണെങ്കിൽ ചിലപ്പോൾ അയാളെ കൊന്നു കളഞ്ഞേനെ വിനീത് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അപ്പൊ ഇത് ആക്ച്വലി എഴുതിയിരുന്ന അയാളെ കൊല്ലാനാണ്. ഞാൻ സ്ക്രിപ്റ്റൊക്കെ എഴുതിയത് അയാൾ മരിക്കാൻ വേണ്ടിയിട്ടാ. മരിക്കുന്ന പറഞ്ഞാല് പടത്തിൽ വേറൊന്നും സംഭവിക്കുന്നില്ല, അപ്പൊ അയാൾ മരിക്കണം എന്ന രീതിയിൽ അയാൾ കൊല്ലം എഴുതിയതാ. അപ്പൊ വിനീതിനെ പോലുള്ള ഒരു DOP-ക്കാണ് അവസാനം പടം ഷൂട്ട് ചെയ്യാൻ പറഞ്ഞത്. പുള്ളി പറഞ്ഞു അയാളെ കൊല്ലണ്ട, വിനീതിനെ പോലെ മെന്റാലിറ്റിയുള്ള പുള്ളിയെ കൊല്ലണ്ട, നമുക്ക് ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാക്കി വിടാം. അപ്പൊ അങ്ങനെ മാറ്റി എഴുതിയാണ് വിനീത് കണ്ടത്. എന്നിട്ട് ഏകദേശം പടം ഇപ്പൊ ഒരു 2 ആഴ്ച മുന്നെയാണ് ഭദ്രൻ സാർ വിളിക്കുന്നത് പടം കണ്ടിട്ട്. 2 ആഴ്ച മുന്നേ 3 ആഴ്ച ലാസ്റ്റ് വന്ന വീഡിയോ അതായിരുന്നു. അപ്പൊ പുള്ളി എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം, എന്തിനാണ് അയാളെ കൊല്ലാതെ കിട്ടിയ ലാസ്റ്റ്? കൺഫ്യൂഷൻ ആയത് എന്താ വേണ്ട അടുത്ത പടത്തിൽ ഒരു കൺഫ്യൂഷൻ കൂടെ 2022. അതായത് അങ്ങനെയുള്ളതാ. ഇപ്പൊ എല്ലാരും അവനൊക്കെ വെറുതെ വിടുവോ? നിങ്ങൾ പാടം ഓടിയില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് നിങ്ങള് ചോദിച്ചൊരു ഇൻട്രസ്റ്റിംഗ് ഓർമ്മയായിട്ട് തോന്നി. ഇപ്പൊ ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക്സ് സോ മച്ച് ഫോർ ടോക്കിംഗ് ടു മീ. നമുക്ക് അടുത്ത കൊല്ലം ഇതേ റൗണ്ട് ടേബിളിൽ നമുക്ക് അടുത്ത കൊല്ലം നിങ്ങൾക്ക് ഒരു ഫിലിം കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി മീറ്റ് ചെയ്യാം. അതുവരേക്കും നമ്മൾക്കും ഒരു അല്ലെ കാന്താര KGF ഒക്കെ അടുത്ത കൊല്ലം ഉണ്ടാവും അല്ലേ? 100% റൗണ്ട് ടേബിളെങ്കിലും ഉണ്ടാവട്ടെ. ഗാന്ധാരി. Okay guys, thanks again. Thanks so much for taking part in this. Thank you so much. Thank you.